കർത്താവിനെ സ്തുതിച്ചാണ്. ദൈവത്തിൻ്റെ ദിവസം നമ്മുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസമല്ലായിരിക്കാൻ ഈ നല്ല രാത്രികാലവും സർവശക്തനായ ദൈവം നമ്മുടെ ദൈവത്തിற்கு നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന വാഴ്ത്തും നമ്മൾ ദിവസം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 8ാമത് രാത്രി ദിവസമല്ലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം കർത്താവിൻ്റെ വലിയ കൃപ, കർത്താവിൻ്റെ വലിയ സഹിതം, ദൈവാത്മാവിൻ്റെ ശബ്ദം കർത്താവ് കേൾപ്പിച്ച എല്ലാ ദൈവസ്നേഹത്തെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്തൃവാദപടത്തിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദേവദാസന്മാർ, ദിവസത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദിവ്യജനത്തിന് കർത്താവായ യേശു ക്രിസ്തുനാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാല് കർത്തൃദാസൻ പാസ്റ്റർ ജിജി ദാനിയേൽ അവരുടെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃദാസനെ ഈ പകൽക്കാലം കർത്താവ് ശക്തിയോടെ നമ്മുടെ മധ്യ കരങ്ങളെടുത്തല്ലോ. ദൈവാത്മാവ് അതിശക്തമായി നമ്മുടെ മധ്യ ഉപയോഗിച്ച ദൈവസ്നേഹത്തെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കിന്ന് രാത്രികാലവും വളരെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെ ദിവസമല്ലായിരിക്കാം. കർത്തൃത്വത്തിനെ സൂക്ഷിക്കായി ക്ഷണിക്കുന്നു. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിനും, നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിനും, നിൻ ജീവനൻ പേർക്കായി തന്നതിനാൽ, നീ എൻ്റെ സർവവും എല്ലാറ്റിനും, നിൻ ജീവനൻ പേർക്കായി തന്നതിനാൽ, നീ എൻ്റെ സർവവും എല്ലാറ്റിനും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ, രുചിച്ചു കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാ, കീർത്തിക്കും ഞാനാ വൻ സ്നേഹത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ, കീർത്തിക്കും ഞാനാ വൻ സ്നേഹത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലഭൻ എന്നാളുമേ, എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലഭൻ എന്നാളുമേ, എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ, എന്നെ സ്നേഹിച്ചവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാൽ, കീർത്തിക്കും ഞാനാ വൻ സ്നേഹത്തെ, വർണ്ണിക്കും അന്ത്യനാൾ വരെ, കീർത്തിക്കും ഞാനാ വൻ സ്നേഹത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനാം യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു.
അല്പം കൊണ്ടും അധികം കൊണ്ടും അത്ഭുതം ചെയ്യുന്നവനെ, അങ്ങ് ഞങ്ങളുടെ നടുവിലുള്ളതിനായിട്ട് സ്തോത്രം. താഴ്ചയിലിരിക്കുന്നവർക്ക് ഉയർച്ച നൽകാൻ, ഇടുക്കത്തിലിരിക്കുന്നവർക്ക് വിശാലത നൽകാൻ, തകർന്നിരിക്കുന്നവരെ പണിതെടുക്കാൻ, അപമാനത്തിലിരിക്കുന്നവർക്ക് മാന്യത നൽകാൻ, രോഗത്തിലിരിക്കുന്നവരെ സൗഖ്യമാക്കാൻ, ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിച്ചെടുക്കാൻ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ ഈ യോഗത്തിലും അവിടുത്തെ വലിയ സാന്നിധ്യം പകർന്നിരിക്കാൻ നന്ദി. ശുശ്രൂഷകൾക്കെതിരെ ചലിക്കുന്ന എല്ലാ ഇരുളിൻ്റെ ശക്തികളെയും അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ ജനത്തോട് ഇന്ന് രാത്രി സംസാരിക്കും. കാലഘട്ടങ്ങളെ വിവേചിച്ച്, കുടുംബങ്ങളെ വിവേചിച്ച്, വ്യക്തികളെ വിവേചിച്ച് ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവ് ജനത്തോട് ഇടപെടും. പുത്രൻ്റെ നാമത്തെ മഹിമപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ, സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും ഇപ്രകാരം ഇവിടെ ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്ക് എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷിജു പാസ്റ്ററിനോട് പ്രത്യേക കടപ്പാടും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് രാത്രി ഈ യോഗത്തിൽ പങ്കെടുപ്പാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരെ പ്രത്യേക കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കൂടപ്പെട്ട സകല പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ വന്ദനം പറയുന്നു. രാത്രി യോഗം ദീർഘമാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഈ രാത്രിയിൽ ഇനിയുള്ള സമയം നാം ദൈവവചന കേൾവിക്കും കർത്താവിൽ നിന്ന് പ്രാപിക്കാനും ഒരുക്കപ്പെടുമ്പോൾ ആമേൻ പദവികൾ മറന്ന് വചനമേറ്റെടുത്ത് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ നിയോഗമുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാ ആദരണീയരായ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറഞ്ഞ് ദൈവവചന കേൾവിക്കായി ഒരുക്കപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 68-ാമത് വാക്യം. എൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും. ആ നല്ല വചനത്തിനായി സ്തോത്രം. ഈ രാത്രി സവിസ്തരമായി ദൈവാത്മാവിൻ്റെ സന്ദർശനം എന്ന വിഷയം നാം ഒരുമിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിൽ ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ കരം ചലിക്കപ്പെടണമോ ആ മേഖലകളിൽ ദൈവകരം ചലിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവം മുമ്പിലായിരിക്കുക. നാം കേൾക്കുക, നാം ആരാധിക്കുന്ന ദൈവം അനുഗ്രഹിക്കപ്പെട്ട ദൈവമാണ്. നമ്മെ അനുഗ്രഹം അനുഭവിപ്പാനാണ് അവൻ വിളിച്ചത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ച പിതാവാം ദൈവത്തിന് ആ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യണം. ആയിരക്കണക്കിന് ആളുകൾ നിന്റെ മുഖത്തു നോക്കി നീ ശപിക്കപ്പെടുമെന്ന് പറഞ്ഞാലും നിന്നെ വിളിച്ചത് അനുഗ്രഹിക്കപ്പെടാനാണെങ്കിൽ, നിന്നെ ദൈവം വേർതിരിച്ചത് അനുഗ്രഹിക്കപ്പെടാനാണെങ്കിൽ, നിന്നെ ദൈവം വിളിച്ചു കൊണ്ടുവന്നത് തൻ്റെ അനുഗ്രഹത്തെ അനുഭവിപ്പാനാണെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ ശാപത്തിൻ്റെ കെട്ടിനകത്ത് അടച്ചിടുവാൻ കഴിയുകയില്ല. ഒരു ശക്തിക്കും നിന്റെ കുടുംബത്തെ ശാപത്തിൻ്റെ കുടുക്കിനകത്ത് അടച്ചിടുവാൻ സാധ്യമല്ല. അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ വിളിച്ചതെങ്കിൽ നാം ആരാധിക്കുന്ന ദൈവം, നാം സ്തോത്രം ചെയ്യുന്ന ദൈവം അനുഗ്രഹിക്കപ്പെട്ട ദൈവമാകയാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ അതരങ്ങളെ തുറന്ന ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാർ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അനുഗ്രഹം അനുഭവിപ്പാൻ വന്നവരോട് പാസ്റ്റർ എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്കൊരു പ്രബോധനം പറഞ്ഞ് ദൂതിലോട്ട് കയറാൻ താല്പര്യമുണ്ട്. ആമേൻ. തിരുവചനത്തിൽ പത്രോസൊക്കെ പറയുന്ന 1-2 വാക്കുകളുണ്ട്. ശകാരത്തിന് പകരം ശകാരിക്കരുത്, ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്. ഒരാമേൻ പറയാമോ? സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാകയാൽ പ്രൈസ് ദി ലോർഡ്, അനുഗ്രഹിക്കുന്നവരാകുവീൻ. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൂതിനൊരു ആമേൻ പറയാൻ? ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. നിനക്ക് ദോഷം ചെയ്യുന്നവർ കാണും, നിനക്ക് പ്രതിബന്ധമായി നിൽക്കുന്നവർ കാണും. അവരെ 2 കൈയും ഉയർത്തി അനുഗ്രഹിപ്പാൻ ഒരാത്മ മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ മടങ്ങിപ്പോകുന്നത് അനുഗ്രഹത്തിന്റെ കോട്ടയം എന്നുകൊണ്ടായിരിക്കും. ഇന്ന് രാത്രി നീ നിന്റെ വീടിനകത്ത്
അകത്തേക്ക് കയറുന്നത് ശാപത്തിന്റെ കെട്ട് ചുമന്നുകൊണ്ടായിരിക്കില്ല, അനുഗ്രഹത്തിന്റെ കൊട്ട ചുമന്നുകൊണ്ടായിരിക്കും. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. രാജാരകൽ മനാശതുരമനാദിയ ഉദയാമാനാശതുര. ആമേൻ. സെക്കര്യാവ് യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ ദൈവത്തെ വെളിപ്പെടുത്തുകയാ. ഇസ്രായേലിന്റെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇത് സാധാരണ പറഞ്ഞ വാക്കല്ല. അസാധ്യമെന്ന് വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ വിധി പറഞ്ഞ വിഷയത്തിന്മേൽ സാധ്യതയുടെ ദൈവകരം ചലിച്ചു. സ്തോത്രം. സെക്കര്യാവിനെ നോക്കി, എലിസബത്തിനെ നോക്കി സകല ആളുകളും ഒരുപോലെ വിധി പറഞ്ഞു, ഇനി നടക്കില്ല. ലൂക്കോസിന്റെ സുവിശേഷം 1:6 വായിച്ചാൽ അതിനകത്തൊരു വാക്യമുണ്ടൊന്ന് വായിച്ച് സഹായിക്കാമെങ്കിൽ നന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 1:6. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും വളരെ ശ്രദ്ധിക്കണം. ഒരു വിടുതലിനുള്ള യോഗ്യത ആ കുടുംബത്തിനുണ്ട്. പക്ഷെ ആത്മാവ് അക്ഷരം വിടാതെ എഴുതി, ഇരുവരും വയസ്സ് ചെന്നവരും വൃദ്ധരുമാണ് എന്ന് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ല. ഒരു ആമേൻ. സ്തോത്രം. രണ്ടുപേരും ആമേൻ ദൈവസന്നിധി നീതിയുള്ളവരും ഭക്തിയുള്ളവരും ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ അണുവിട വ്യത്യാസപ്പെടുത്താതെ ജീവിതം നയിക്കുന്നവരാണെങ്കിലും അവരുടെ വീടിനകത്ത് പരിഹരിക്കപ്പെടാൻ കഴിയാത്തൊരു പ്രശ്നം, അവരുടെ വീടിനകത്ത് പരിഹരിപ്പാൻ കഴിയാത്തൊരു വിഷയം തല ഉയർത്തി നിൽക്കുമ്പോൾ വേദപുസ്തകം ദൈവാത്മാവ് എഴുതി വെച്ചു, രണ്ടുപേരും വയസ്സു ചെന്നവരും വൃദ്ധരും. അർത്ഥാൽ രണ്ടുപേരുടെയും ശരീരഘടനയും പ്രായവും വെളിപ്പെടുത്തി ആത്മാവ് അടിവരയിട്ടു. അതും മനുഷ്യനാൽ അസാധ്യ. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് എവിടെയൊക്കെയോ തൊട്ടു തുടങ്ങുകയാ. മനുഷ്യനാൽ അസാധ്യമാക്കി ആയതിനെ സാധ്യമാക്കാൻ കഴിയുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരം നമുക്ക് വേണ്ടി ചലിക്കപ്പെടും. ഇന്ന് രാത്രി ഞാൻ ഇതൂതി ഇവിടെ ഉറപ്പിച്ചു പറയുകയാ. ഏതെല്ലാം മേഖലകളിൽ അസാധ്യങ്ങളുണ്ടോ ഇന്ന് രാത്രി അവയെ മുഴുവൻ സാധ്യമാക്കാൻ കഴിയുന്ന ദൈവകരം ഇതിനകത്ത് ചലിക്കപ്പെടുകയോ. അർത്ഥാരകനാജകന, നിന്റെ കുടുംബത്തിനകത്ത് അസാധ്യങ്ങളുണ്ടോ? നിന്റെ ആമേൻ വിഷയങ്ങളിൽ അസാധ്യതകളുണ്ടോ? ഇന്ന് രാത്രി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകരം നമുക്ക് വേണ്ടി ചലിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർ ആ കരമൊന്നുയർത്തി ആമേൻ. എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ഒത്തിരി വലിയ വാക്കുകൾ പറയുന്നതിനേക്കാൾ ചെറിയ വാക്കുകൾ പറയുന്നതാണ് നല്ലത്. സ്തോത്രം. പച്ച മനുഷ്യരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കേ. ആമേൻ. നമ്മളെല്ലാം പച്ചയായ മനുഷ്യരാ. നിത്യതയുടെ വെളിപ്പാട് നമ്മുടെ അകത്തുണ്ട്. നിത്യതയ്ക്ക് വേണ്ടി ഓടുന്നവരാ നമ്മൾ. പക്ഷേ ഇവിടെ ജീവിക്കാൻ ദൈവം തന്ന ചില കാലഘട്ടങ്ങളുണ്ട്. അതിനകത്ത് നടക്കേണ്ട പല വിടുതലുകളുമുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. നിത്യതയുടെ വെളിപ്പാട് അകത്തുണ്ടെങ്കിലും 10 ദിവസം അടുപ്പിച്ച് പട്ടിണി കിടന്നാൽ, ആമേൻ. ഞാൻ 2 കുഞ്ഞുങ്ങളെ വളർത്തുന്നൊരപ്പനാ. ഞാൻ വേണമെങ്കിൽ 2 നേരം പട്ടിണി കിടക്കാം. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കത് പറ്റില്ല. ആമേൻ. എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. പച്ചയായ മനുഷ്യൻ്റെ ജീവിതത്തോടും ഇടപെടുന്നവനാ ദൈവം. പലരുടെ ശുശ്രൂഷകൾ പരാജയപ്പെടുന്നത് അവർ നിത്യതയെ മാത്രം പ്രസംഗിച്ചു പോകുമ്പോൾ മനുഷ്യന്റെ പച്ചയായ മേഖലകളിലുള്ള ദൈവകരങ്ങളുടെ വല്ലഭത്വം വെളിപ്പെടുത്താൻ അവർ മറന്നു പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി കേൾക്ക്, നിന്റെ ഭൗതിക തലങ്ങളിലും ദൈവത്തിനൊരു ശ്രദ്ധയുണ്ട്. സ്തോത്രം. ഒന്ന് കരമുയർത്തി ഒരു ആമേൻ പറയണം. അല്ലല്ലോ. ഞാനതുകൊണ്ട് സിമ്പിളായ കുറേ വാക്കുകൾ പറയാനാ എനിക്ക് വളരെ ഇഷ്ടം. കാരണം മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തോട് ഇടപെടുന്ന കുറേ വാക്കുകൾ പറഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു പോകാനാണ് എനിക്കൊരു താല്പര്യം. സ്തോത്രം. കാരണം ഒത്തിരി ആളുകൾ അതിനകത്ത് വിടുവിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടേ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പർവ്വത പ്രസംഗം നടത്തുകയാ. ആമേ. താൻ പർവ്വതത്തിൽ കയറി 3 ദിവസം പ്രസംഗം തുടരുകയാ. ആമേൻ. 3 ദിവസം ഇടതടവില്ലാതെ പ്രസംഗം തുടരുമ്പോൾ 3 ദിവസവും അവരത് കേട്ടോണ്ടിരിക്കുക. കർത്താവ് തുടങ്ങിയ മെസ്സേജ് ഇതാ: ഭാഗമേ ഹൃദയശുദ്ധിയുള്ളവർ
എന്ന് പറഞ്ഞാൽ 10 ഭാഗ്യവാന്മാരുടെ ലിസ്റ്റ് അങ്ങോട്ട് പ്രസംഗിച്ചു തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ആവേശം തോന്നി കേൾക്കാൻ. കാരണം ഭാഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആവേശം തോന്നി. പക്ഷേ ഭാഗ്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഉപദേശം പറയാൻ തുടങ്ങി. ഒരു നല്ല ഗ്ലോറി പറ ആമേൻ. ഒരു ജഗട്ടത്തടിച്ചാൽ അടുത്ത ജഗട് കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഭാഗ്യത്തിന്റെ 10 വാക്കുകൾ പറഞ്ഞിട്ട് ഉപദേശത്തിന്റെ പല വാക്കുകൾ പറയാൻ തുടങ്ങി. ഇന്ന് രാത്രി പറയാം, ദൈവിക ഭാഗ്യത്തിനകത്ത് ഉപദേശത്തിന്റെ വാക്കുകളുമുണ്ട്. ഒന്ന് കരമുയർത്തി സ്തോത്രം. കർത്താവ് ഈ ഉപദേശത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് ആമേൻ ഇങ്ങനെ ആമേൻ ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് അവസാനം അതിൻ്റെ 7-ാം അധ്യായം കൺക്ലൂഷനിലെത്തുമ്പോൾ തൻ്റെ പ്രസംഗത്തെ മുഴുവൻ കാച്ചി കുറുക്കി ഒരു ടാബ്ലറ്റ് പരുവത്തിലെത്തിച്ചിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിർത്തി, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്റെ മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. കർത്താവ് വാക്കുകൾ നിർത്തിയില്ല. അടുത്തത് പറഞ്ഞു, ഒരുത്തൻ പെട്ടെന്ന് പണിതു. ആമേൻ. ഈ അടിസ്ഥാനപ്പെട്ട് പാറമേൽ പണിയുക അതല്പം വ്യയമുള്ള കാര്യമാ. എന്നാൽ പെട്ടെന്ന് മണലേൽ പണിതൊരുത്തൻ, അവൻ അടിസ്ഥാനം മണലേലിട്ടു പണിതു. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, മഴ പെയ്തു, കാറ്റാ വീടിന്മേൽ അലച്ചു, അത് വീണു. അതിന്റെ വീഴ്ച വലുതായിരുന്നു. എത്ര പേര് ആമേൻ പറയോ? ആമേൻ. 3 ദിവസത്തെ മുഴുപ്രസംഗവും 2 ടാബ്ലറ്റിനകത്താക്കി. ഈ ഒരു നല്ല ഗ്ലോറി പറയുന്നേ. സ്തോത്രം. ഞാൻ 3 ദിവസത്തെ പ്രസംഗം മുഴുവൻ ഒരു ടാബ്ലറ്റ് രീതിയിൽ ഇവരുടെ ഉള്ളിലോട്ട് കൊടുത്തിട്ട് എൻ്റെ വചനം കേട്ട് ചെയ്താൽ നീ വീഴുകയെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ നിത്യതയുടെ ദൂതുകൾ മുഴുവൻ കൈമാറി അനന്തരം ഈ ജനം എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് തിന്മാൻ കൊടുപ്പീൻ. ആമേൻ. ഞാനാണ് ചോദിക്കും, കർത്താവേ, നിത്യതയുടെ വെളിപ്പാട് മുഴുവൻ കൈമാറിയിട്ട് ഇനി എന്തിനാ തീറ്റിക്കാര്യം പറയുന്നേ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മറുപടി, 3 ദിവസം അവർ എൻ്റെ കൂടെ ഇരുന്നു. അവർ വഴിയിൽ തകരാതിരിപ്പാൻ, അവർ വഴിയിൽ തളരാതിരിപ്പാൻ. ഇന്ന് രാത്രി യേശുവിന്റെ മനസ്സോടെ നിന്ന് ഞാനിവിടെ പറയും, നീ വഴിയിൽ തകരുന്നതും നീ വഴിയിൽ തളരുന്നതും ഇഷ്ടപ്പെടുന്നവനല്ല ദൈവം. നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച നീ വഴിയിൽ തീരോ ദൈവം അനുവദിക്കില്ല. ഇന്നു രാത്രി ഞാൻ ഗ്യാരണ്ടിയോടെ പറയാ, നിന്റെ ഭൗതിക ആവശ്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ദൈവത്തെയാ നാം ആരാധിക്കുന്നത്. രാജമാന ശൈതവേദി ഒന്ന് കരമുയർത്തിയ രാമേൻ പറയാമോ? എനിക്ക് ആ ഭാഗം കുറെ വിസ്തരിക്കാൻ മനസ്സാ. കർത്താവ് പറഞ്ഞു, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. കാരണം ഇത്രയേ ഉള്ളൂ, 3 ദിവസം അവർ സ്വർഗരാജ്യത്തിൻ്റെ വചനം കേട്ടു, നിത്യതയ്ക്ക് വേണ്ടി കേട്ടു. പക്ഷെ അവർക്കൊരു പച്ച മനുഷ്യ ജീവിതമുണ്ട്. ആമേൻ. അതിനകത്ത് ആകാരമില്ലെങ്കിൽ തളരും. പ്രൈസ് ദി ലോർഡ്. ഒരു ചോദ്യം, ഇവർ 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഉപദേശം കേട്ടു പോകുക. വഴിയിൽ തളർന്നു കിടന്ന നാട്ടുകാർ അപമാനിക്കുന്നത് അവരെയല്ല. പാളയം ദൈവസഭയ്ക്കകത്ത് വർഷങ്ങളായി വന്ന് കൈയടിച്ച നീ വഴിയിൽ തകർന്നാൽ, നീ വഴിയിൽ തളർന്നാൽ, നിന്റെ തലമുറ വഴിയിൽ തളർന്നാൽ, ഓ ശൈതാരകൽമന പായമേ, പരിഹാസം വരുന്ന നിനക്കല്ല, നിന്നെ വേർതിരിച്ച ദൈവത്തിനാകയോ. രാജാരകൽമന ശതുരമനാദിയ ഈ രാത്രി വാമെ തളരാൻ അനുവദിക്കാത്തവന്റെ കര നമുക്ക് വേണ്ടി ചലിക്കപ്പെടുകയാ. പ്രൗഢമാന ശൈതമാന ധൂമകാരകൽമന ഒന്ന് കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണം. വൈഡാമാന ശൈതാരാജ അർത്ഥാരകന പ്രൗഢമനാദക വേദിക രക്ഷം വേദിക രാജം അർത്തുക വേദം വൈഡകമാന. ഹല്ലേലൂയ. എത്ര പേർ പറഞ്ഞാൽ അപമാനം നിന്നെ വിളിച്ച ദൈവത്തിനാ. അതുകൊണ്ട് നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ, തളരാതെ പോകാനുള്ളത്
തമ്പുരാന്റെ കയ്യിലുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് ഞാൻ മടങ്ങാം. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഒരുത്തൻ വന്നു പറഞ്ഞു 200 വെള്ളിക്കാശുണ്ട്, അതിന് പോയി വാങ്ങിയാലും നടക്കുകയില്ല. സ്തോത്രം. ഒരുവന്റെ താല്പര്യം 200 വെള്ളിക്കാശുണ്ട്, അതുകൊണ്ട് പോയി വാങ്ങിയാലും ഇവർക്ക് തികയില്ല. അപ്പോൾ വേറൊരുത്തൻ വന്ന് പറയുക, ഇവിടെ ഒരു ബാലകന്റെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഒരു ആമേൻ. 200 വെള്ളിക്കാശിന് മേടിച്ചാലും തികയുകയില്ലെന്ന് പറയുന്ന ഒരുത്തൻ അവിടെ നിൽക്കുമ്പം വേറൊരുത്തൻ പറയുക, ഇവിടെ 5 അപ്പം. സ്തോത്രം ചെയ്യ്. 2 മീനുമുണ്ട്. 5 അവത്തപ്പവും 2 മീനുമുണ്ട്. പിന്നെ ഒരു വാക്കുകൂടെ ഞാൻ കടന്നു കയറി പറയും, പിന്നെ ദൈവമേ നീയുമുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്യുന്നേ. ഒരുത്തൻ പറയുന്നു 200 വെള്ളിക്കാശ് കൊണ്ടും തികയുകയില്ലെന്ന്. എന്നാൽ വിശ്വാസമുള്ളവൻ പറയും 5 അപ്പവുമുണ്ട്, 2 മീനുമുണ്ട്. പിന്നെ ഇത് വർദ്ധിപ്പിക്കുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ഓ ശൈതാരകൽമന, ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ മടിക്കരുത്. 5 അപ്പവും 2 മീനുമുണ്ട്. പിന്നെ ദൈവമേ നീയുമുണ്ട്. നിന്റെ കരത്തിൽ അത് വർദ്ധിക്കപ്പെടും, നിന്റെ കരത്തിൽ അത് ഉയർത്തപ്പെടും, നിന്റെ കരത്തിൽ അത് നന്മയാകും. ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രസംഗം അവസാനിക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് പറയാമോ, ദൈവമേ ഇന്നതിന്നതുണ്ട്, പിന്നെ നീയുമുണ്ട്. സ്തോത്രം. കർത്താവിന്റെ വചനത്തിലെ ഒരു വാക്കിങ്ങനെയാണ്, ഒരുവൻ വീട് പണിയാൻ തുടങ്ങുമ്പോൾ ഇരുന്ന് പണിത് തീർക്കാൻ കഴിയുമോ എന്ന് ആദ്യം കണക്ക് നോക്കണം. സ്തോത്രം. അങ്ങനെ കണക്ക് നോക്കിയാൽ ഇതിനകത്തിരിക്കുന്ന ആർക്കാ കണക്ക് ശരിയാകുന്നേ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, വിശ്വാസി കണക്ക് നോക്കിയിരുന്നാൽ അവന് കണക്ക് കൂട്ടേണ്ടി വരികയില്ല. കാരണം അവൻ ധൈര്യത്തോടെ പറയും, പണിയുന്നവൻ ഞാനല്ല. സ്തോത്രം ചെയ്യണം. സ്തോത്രം. പണിയുന്നവൻ ഞാനല്ല, എൻ്റെ അസറ്റ് എൻ്റെ കർത്താവാണ്, എൻ്റെ ഉടമസ്ഥൻ എൻ്റെ കർത്താവാണ്, എൻ്റെ ഉത്തരവാദി എൻ്റെ കർത്താവാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ഭൗതിക തലങ്ങളിലേക്ക് ദൂത് തട്ടുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മൗനമാകരുത്. രാജാ ശൈതാരകൽമന, നിങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മേൽ അത്ഭുതകരം ചലിപ്പിക്കുന്ന ദൈവപ്രവൃത്തി ഇതിനകത്തുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ആമേൻ. അസാധ്യമെന്ന് ഉടയാരകനാജകന ശൈതാരകൽമന അർത്ഥാരകനാജകന ധൂമഗമനാധിയ വേദകരകൽമന. ഹല്ലേലൂയ. ആമേൻ. ഈ ദൂതിനൊരു ആമേൻ പറയാമോ? കണക്ക് കൂട്ടി തോറ്റ എത്ര പേരുണ്ട് ഇതിനകത്ത്? ആമേൻ. ചിലര് കണക്ക് കൂട്ടി കാൽക്കുലേറ്റർ എടുത്ത് കളയുക. എൻ്റെ പൊന്നു സഹോദരൻ, അത് കളഞ്ഞിട്ടൊരു കാര്യവുമില്ല. നിന്റെ കണക്ക് കൂട്ടൽ പലതും തെറ്റും. പക്ഷെ തമ്പുരാൻ കണക്ക് കൂട്ടിയാൽ അവൻ ആരംഭം മാത്രമല്ല, അവൻ പൂർത്തീകരണത്തിൻ്റെ ദൈവമാണ്. എന്തോ ഈ രാത്രി ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ തന്നെ പാതി വഴിക്ക് നിന്നുപോയ ചില കാര്യങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാ. എന്നോട് പരിശുദ്ധയാത്മാവ് ഈ രാത്രി പറയാൻ പറയുന്നു, പാതി വഴിക്ക് നിന്നുപോയ ചില കാര്യങ്ങൾ അത് മൂവ് ചെയ്യാൻ പോകയോ. പാതി വഴിക്ക് നിന്നുപോയ ചില വിഷയങ്ങൾ അത് മൂവ് ചെയ്തു തുടങ്ങുകയോ. ഈ രാത്രി ആരാധിക്കു ദൈവമൈതലേ, ദൈവത്തെ നീ സ്തുതിക്ക. ഹല്ലേലൂയ. സ്തോത്രം. വിദ്യാഭ്യാസം പാതി വഴിക്ക് നിന്നോ? തമ്പുരാൻ പറയുന്നു അത് അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തും. നിന്റെ വീട് പണി പാതി വഴിക്ക് നിന്നോ? തമ്പുരാൻ പറയുന്നു അത് ഫിനിഷാകും. സ്തോത്രം ചെയ്യ്. നിന്റെ പല കാര്യങ്ങളും പാതി വഴിക്ക് നിന്നോ? തമ്പുരാൻ പറഞ്ഞു ഞാൻ അതിനെ പൂർത്തീകരിക്കാൻ പോകുകയാ. എന്തോ ഈ രാത്രി ദൈവാത്മാവ് ഇവിടെ പറയാൻ പറയുന്നു, ചില കുടുംബങ്ങൾ ചില പൂർത്തീകരണങ്ങൾ കാണാൻ പോകുകയാ. ചില വിഷയങ്ങളിൽ പൂർത്തീകരണം ദൈവം കൽപ്പിക്കുമെന്ന്
ഈ രാത്രി ആത്മാവിടപെടുകയോ ചില കുടുംബങ്ങൾ പൂർത്തീകരണം കാണും. നിന്റെ കുടുംബം അത് കാണും, നിന്റെ സഭ അത് കാണും, നിന്റെ തലമുറ അത് കാണും. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അസാധ്യമെന്ന് നാട്ടുകാർ വിധി പറഞ്ഞ, അസാധ്യമെന്ന് വീട്ടുകാർ വിധി പറഞ്ഞ വിഷയത്തിന്മേൽ സാധ്യതകൾ വെളിപ്പെട്ടു. അത് ഒരു യോഹന്നാൻ എന്ന പേരിൽ വീടിനകത്ത് കിടന്ന് ചലിക്കുന്നത് കണ്ടപ്പോൾ, അസാധ്യം സാധ്യമായത് കണ്ടപ്പോൾ മൗനതകൾ വെടിഞ്ഞ് സെക്കര്യാവ് ഒരു വാക്ക് പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും. ഒരാമേനോരൊക്കെ പറയണം. എന്തുകൊണ്ടും ഈ സെക്കര്യാവിനെ എലിസബത്തിനെ ആഗമനം പഠിച്ചാൽ ഒരു ദൈവപ്രവർത്തിക്ക് ഇവർ പാത്രീഭൂതരാ. കാരണം എലിസബത്ത് അഹരോന്യ കുടുംബത്തിൽപ്പെട്ടതാ. സെക്കര്യാവും വളരെ മാന്യനായ മനുഷ്യനാ. പക്ഷെ മാന്യതകൾ പലതുമുണ്ടായിട്ടും ആ കുടുംബത്തിനകത്ത് ഒരു പ്രതിസന്ധി. ഇന്ന് പകൽ ഓർപ്പിച്ച വാക്കുകളോട് ചേർന്ന് ഞാൻ പറയാം. വളരെ പവിത്രമായി ജീവിച്ചിട്ടും വളരെ പാതിവൃത്യത്തോടെ ജീവിച്ചിട്ടും ചില പ്രശ്നങ്ങൾ ആമെ പിന്തുടർച്ച പോലെ ആമെ കുടുംബങ്ങളുടെ അകത്ത് ആമെ വ്യാപരിക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രി കേൾക്ക്, അത് ബന്ധനമല്ല, അത് പോരാട്ടമല്ല. നിന്നിൽ നിന്ന് ഒരു യോഹന്നാൻ പുറത്തു വരാനുള്ള പ്രൈസ് ദി ലോർഡ് കാലഘട്ടത്തിന്റെ പ്രവാചകനായവൻ, കാലഘട്ടത്തിന്റെ അഭിഷിക്തനായവൻ, കാലഘട്ടത്തിന്റെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന് ശക്തമായവൻ, പുറത്തു വരാനുള്ള ദൈവിക നിശ്ചയങ്ങളോ ഈ രാത്രി കരമടിച്ച ആത്മാവിൽ ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൗഢപരാധക വേദിക രാജക ശത്രുര വൈഡക വേദാഹീമ പ്രൗഢാമനയ ധൂമാരകന ശൈദേ വൈഡേ അർത്വാരകന വൈഡ പ്രൗഢ ധൂമമാന ശൈദ രാജ വേദ വൈഡ വേദ രാജ അർത്വാരകൽ മനാദിയ. ഉറപ്പുണ്ടോ പ്രിയരെ? എന്നിൽ വലിയവ ദൈവം ചെയ്യും. ആമേൻ. ശ്രദ്ധിച്ചേ, വളരെ ക്ലിയർ. പ്രമാണത്തിൽ നിൽക്കുന്നവർ, പാതിവൃത്യമുള്ളവർ, എന്തുകൊണ്ടും മാനുഷിക രീതിയിൽ നന്മയ്ക്ക് അവകാശപ്പെട്ടവർ, പക്ഷെ അവരുടെ വീട്ടിൽ പരിഹരിക്കപ്പെടാത്തൊരു വിഷയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്ദിക്കപ്പെടുന്ന ഒരു വിഷയം, തല ഉയർത്താൻ കഴിയാത്തൊരു വിഷയം. നിന്റെ ദൈവം എവിടെയെന്ന് അസ്ഥികളെ തകർക്കും വണ്ണം ചോദിക്കുന്ന വിഷയം. ആമേൻ പറ. പക്ഷെ ഇന്ന് രാത്രി ഒരു ദൈവഭൃത്യൻ എന്ന നിലയിൽ ഞാൻ പറയും, സെക്കര്യാവേ, നിനക്കൊരു കൂറു വരാൻ പോകുകയാ. സെക്കര്യാവേ, നിനക്കൊരു ചാൻസ് വരാൻ പോകുകയാ. നിന്റെ നിന്ദകൾക്ക് മുഴുവൻ മാറ്റം വരുന്ന, നിന്റെ അപമാനങ്ങൾ മുഴുവൻ എഴുതി തള്ളുന്ന, നീ എവിടൊക്കെ തല കുനിഞ്ഞോ അവിടെയെല്ലാം നിന്റെ തലയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാന്യതയുടെ യോഗനാ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ആ ഭാഗം ധ്യാനിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മച്ചി എന്ന് പറഞ്ഞവൾക്ക്. ആമേൻ. അപ്പൊ മച്ചി എന്ന ആളുകൾ പറഞ്ഞല്ലോ അല്ലേ, അവരുടെ മേൽ കിടക്കുക, നിന്ന ആദ്യം ചുമന്നുകൊണ്ട് ഇവിടെ നടക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പ്രമാണം വിട്ടുള്ള ചലനമില്ല, ജീവിതം ക്ലിയറാ. പക്ഷെ തക്ക സമയമായപ്പോൾ കൂറ് വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ സെക്കര്യാവിൻ്റെ പേരിൻ്റെ തുടക്കം കിടക്കുന്നത് ഇസ്രയേലാണേലും കൂറ് വന്നപ്പോൾ അവൻ ഒന്നാമനായി. പുറകിലാ പേരെങ്കിലും ചീട്ടു വീണപ്പോൾ അവൻ മുന്നിലെത്തിയെന്ന്
കർത്താവ് എന്നോട് പറയാൻ പറയുന്നു, ചില കുടുംബങ്ങൾ മാനിക്കപ്പെടേണ്ടതിന് ദൈവം അതിനുള്ള ചാൻസ് ഒരുക്കാൻ പോകുകയാ. ചില തലമുറകൾ മാനിക്കപ്പെടേണ്ടതിന് ഓ ശൈതാരകൽമന ചിലരുടെ സ്വകാര്യ ദുഃഖങ്ങൾ പരിഹരിക്കപ്പെടുന്ന ചാൻസ് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. രാജാരകനാജകന ശൈതാരക ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ ധൈര്യപ്പെട്ടും ആവേശപ്പെട്ടും പറയാം, ദൈവത്താൽ നിനക്കൊരു ചാൻസ് ഒരുക്കപ്പെടാൻ പോകുകയാ. നിന്റെ മുഖം ആദരിക്കുന്ന, നിന്റെ തലമുറയുടെ മുഖത്തെ ആദരിക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ നിന്നയെ മാറ്റുന്ന ദൈവിക അവസരങ്ങൾ ദൈവം നിനക്ക് ഒരുക്കാൻ പോകുകയാ. സ്തോത്രം. അർഹതയില്ലാത്ത ചില മേഖലകളിലേക്ക് ദൈവം നിന്നെ കയറ്റി നിർത്താൻ പോകുകയാ. ഉടാരകൽമന അർഹതയില്ലാത്ത ചില മേഖലകളിലേക്ക് ദൈവം നിന്നെ ഓടിച്ചു കയറ്റാൻ പോകുകയാ. രാജാരകനാജകന നിനക്ക് വേണ്ടി ദൈവം ഒരു ചാൻസ് ഒരുക്കി നിന്റെ കുടുംബത്തെ ആദരിപ്പാൻ ഈ ദൈവം ശക്തൻ. ഹല്ലേലൂയ. ഞാൻ വളരെ സ്നേഹബുദ്ധിയാൽ ഒന്ന് രണ്ട് ചിന്തകൾ പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ വയൽ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരുടെ കഥ ആ ഉപമ പറഞ്ഞു. ഇപ്പം മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ ആളുകളെ വിളിക്കാൻ പോയപ്പോൾ ആദ്യം വിളിച്ചത് എക്സ്പീരിയൻസ് ഉള്ളവരെയാ. അവർ ഭയങ്കര എക്സ്പീരിയൻസ് അവർ. അവിടെ വിളിക്കാൻ ചെന്നപ്പം എക്സ്പീരിയൻസ് ഉള്ളവരെ ആദ്യം വിളിച്ചിട്ട് എൻ്റെ മുന്തിരിത്തോട്ടത്തിലോട്ട് വേലയ്ക്ക് വരണം. ഉടനെ അവർ എക്സ്പീരിയൻസ് വെച്ച് കൂലി പറഞ്ഞു. ആമേൻ. അവർ പറഞ്ഞു ഒരു കാശ് കിട്ടാമെങ്കിൽ ഇതുകൊണ്ട് മിണ്ടുന്നില്ല. കാരണം അവർ കൂലി ചോദിക്കാൻ മിടിക്കരുത്. കാരണം അവർക്ക് ഒത്തിരി പണി അറിയാവില്ല. ഒരു ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. കാരണം അവർ എക്സ്പീരിയൻസ് ഉള്ളതാ. അവർ ആ എക്സ്പീരിയൻസ് വെച്ചു. സ്തോത്രം. യജമാനൻ പറഞ്ഞു ശരി വന്ന് ജോലി ചെയ്യ്, പറഞ്ഞൊത്തു. എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും വിളിക്കാൻ വന്നു. എക്സ്പീരിയൻസ് ഇല്ലാത്ത രണ്ട് ഗ്രൂപ്പ് അവിടെ ഇരിപ്പുണ്ട്. ഒരു നല്ല മിണ്ടുന്നില്ല. എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ അടുക്ക വന്നപ്പം ചോദിച്ചു എന്നാ മെനക്കെട്ടിരിക്കുന്നേ? ഞങ്ങളെ ആരും വിളിക്കുന്നില്ല, അതുകൊണ്ട് മെനക്കെടുക. കാരണം എക്സ്പീരിയൻസ് ഉള്ളവരെ എല്ലാ കാലത്തും വിളിക്കത്തുള്ളൂ. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇവരെ ആരും വിളിക്കുകയല്ല. ഉടനെ മുന്തിരിത്തോട്ടക്കാരൻ ചോദിച്ചൊരു കാര്യമുണ്ട്. അന്നാ വന്ന് എൻ്റെ തോട്ടത്തിൽ പണി. എനിക്ക് യജമാനനോട് ഭയങ്കര പ്രയാസം തോന്നി. എടി എക്സ്പീരിയൻസ് ഇല്ലാത്തവന്റെ കയ്യിൽ മുന്തിരിത്തോട്ടം കൊടുക്കാനോ? ഞാനൊരു ചോദ്യം ചോദിക്കും, ഇവൻ എന്തോ പണിയും അതിനകത്ത്? യജമാനന്റെ മറുപടി, എൻ്റെ മുന്തിരി ഇച്ചിരി പോയാലും അവസരമില്ലാതിരിക്കുന്ന ഇവനൊരു അവസരമാകുമല്ലോ. ലോകം മുഴുവൻ എക്സ്പീരിയൻസ് ഉള്ളവരെ തിരയുമ്പോൾ യാതൊരു യോഗ്യതയും ഇല്ലെന്ന് പറയുന്ന ചിലതിനെ ഉടാരകൽമന ശൈതാരകൽമന ഇന്ന് രാത്രി ആ ദൂത് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാ. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തതിന്റെ കയ്യിലേക്ക് മുന്തിരി തോട്ടത്തെ ഏൽപ്പിക്കുന്ന യജമാനന്റെ സ്നേഹം കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് ആ മുന്തിരിത്തോട്ടക്കാരുടെ സ്നേഹം ഇഷ്ടപ്പെട്ടു. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തവന്റെ കയ്യിലോട്ട് തൻ്റെ മുന്തിരിത്തോട്ടം കൊടുക്കാൻ മനസ്സ് കാണിച്ച യജമാനനെ ഓർത്ത്. ആമേൻ. ചിലരുടെ ഇന്നത്തെ ഇരിപ്പ് കണ്ടിട്ട് പൊന്നു പാസ്റ്ററേ എനിക്ക് ഇന്ന് സ്നാനപ്പെടുത്താൻ അറിയാം, കല്യാണവും വേണേ, സ്തോത്രം, അത്യാവശ്യം കൺവെൻഷനിൽ വേണേലും, ഇന്നല്ലേ അതായത്, സ്തോത്രം ചെയ്യേ. എന്നാൽ എക്സ്പീരിയൻസ് ഇല്ലാതിരുന്നൊരു കാലമില്ലേ? മിണ്ടുന്നില്ല. കൈവിറച്ചു നിന്നൊരു കാലമില്ലേ? ഗ്ലോറി പറയണം. അന്നു നിന്നെ തഴയാൻ പലരും എഴുന്നേറ്റപ്പോൾ നിന്നെ ചേർത്തു പിടിച്ചവൻ ദൈവമാ.
പലരും നിന്നെ തള്ളിക്കളയാൻ പറഞ്ഞപ്പോൾ, പലരും എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞ് പുറകോട്ടടിച്ചപ്പോൾ, നിന്നെ ചേർത്ത് പിടിച്ച് ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് നിർത്തി ആദരിച്ചവന്റെ കരം ഇന്നു രാത്രി ചലിക്കപ്പെടുകയാ. ഉടമനോ രഗനോ ജഗനോ, ഈ രാത്രി സ്തോത്രം ചെയ്യാതെ പോകരുത്. ഞാൻ അവിടെ നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ പറയാം. ഇവരെ വിളിച്ചു, എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവർ കൂലി ചോദിച്ചില്ല. എക്സ്പീരിയൻസ് ഇപ്പൊ ഈ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ സ്പോട്ട് സെലക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ അവർ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇപ്പം ഇതിന് ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകൾക്ക് ജയിച്ചവരെ വേണ്ട, തോറ്റവരെ മതി. ഞാനോർത്ത് ഇതെന്തോ സിസ്റ്റമാണ്. ഞാൻ എടുത്ത് ചോദിച്ചു അതെന്താ? അവിടെ പറഞ്ഞു, ജയിച്ചവരാണെങ്കിൽ ഇവിടെ നിൽക്കും, അടുത്തടുത്ത് ചാടും. എന്നാൽ തോറ്റവരാണെങ്കിൽ നമ്മുടെ ശമ്പളത്തിന് നിന്നോളും. ഇപ്പം കമ്പനിക്ക് ഇപ്പം ജയിച്ചവരെ വേണ്ട. സ്തോത്രം. തമ്പുരാനും അവരെ തന്നെ മതി. ഒത്തിരി ജയിച്ചവരെ വേണ്ട, തോറ്റവനെ വേണം. രാമൻ പറഞ്ഞോണേ. സ്തോത്രം. അവൻ ശമ്പളം പറഞ്ഞില്ല, അവൻ കയറി. പിന്നെയും വന്നപ്പം പിന്നെയും മെനക്കെട്ടിരിക്കുക. അവരെയും വിളിച്ചു. മുന്തിരിത്തോട്ടത്തിന് നഷ്ടം വന്നാലും ഇവരെ ആദരിപ്പാൻ അവൻ തീരുമാനിച്ചു. ദൂത് പറഞ്ഞ് ഞാൻ മുന്നേറാം. കൂലി പറഞ്ഞ്, എക്സ്പീരിയൻസ് പറഞ്ഞ് ജോലിക്ക് പോയവർക്ക് കൂടുതൽ മണിക്കൂർ പണിയണം. സ്തോത്രം ചെയ്യണേ. നമ്മുടെ ഇടയിൽ എക്സ്പീരിയൻസ് കൂടുമ്പോൾ പണി കുറയുക. പക്ഷെ തമ്പുരാന്റെ മുന്തിരിത്തോട്ടത്തിൽ എക്സ്പീരിയൻസ് പറഞ്ഞു ചെന്നവർക്ക് കൂടുതൽ മണിക്കൂർ പണിതാലേ പറഞ്ഞ തുക കിട്ടൂ. സ്തോത്രം. എന്നാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവന് 3 മണിക്കൂർ പുറകെ പണിതാ മതി. മനസ്സിലായില്ല, മിണ്ടുന്നില്ല. എടാ, എക്സ്പീരിയൻസ് ഉള്ളവൻ പ്രാപിച്ച അതേ അളവിൽ മിണ്ടുന്നില്ല. സ്തോത്രം ചെയ്യ. എക്സ്പീരിയൻസ് ഉള്ളവർ പ്രാപിച്ച അതേ അളവിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത നിന്നെയും ആദരിപ്പാൻ ഈ ദൈവത്തിന് മനസ്സു തോന്നിയ ഈ രാത്രി ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഈ ആരാധന പോരാ. കരമടിച്ച ആത്മാവിൽ ഈ രാത്രി സ്തോത്രം ചെയ്തു തുടങ്ങും. ശക്തിപ്പെട്ടൊരാരാധന ദൈവത്തിന് കൊടുക്കണം. ഞാൻ ആ ഭാഗത്തു നിന്നൊക്കെ മടങ്ങി വരാമേ. ദൈവാത്മാവ് ഇടപെടുന്നെന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? എന്നോട് ഭയങ്കരമായിട്ട് കർത്താവ് ഇടപെടുകയാ. സ്തോത്രം. എക്സ്പീരിയൻസ് ഉള്ളവർ അവർ കൂലി പറഞ്ഞു. ആ കൂലി കിട്ടണമെങ്കിൽ പറഞ്ഞ മണിക്കൂറുകൾ മുഴുവൻ പണിയണം. പക്ഷെ യോഗ്യതയും എക്സ്പീരിയൻസും ഇല്ലാത്തവർക്ക് മണിക്കൂറുകൾ കുറവാണ്. ഈ ശമ്പളം കൊടുക്കുന്ന സിസ്റ്റം കൂടെ ഞാൻ പറയാം. നമ്മളാണെങ്കിൽ ആദ്യം വന്നവർക്ക് ആദ്യം ശമ്പളം. നല്ല ഗ്ലോറി പറയണേ. നമ്മളങ്ങനെ എല്ലാം അങ്ങനെ ആദ്യം വന്നവർക്ക്. പക്ഷെ കർത്താവ് കൊടുത്തപ്പോൾ അവസാനം വന്നവർക്ക് ആദ്യം ശമ്പളം. മനസ്സിലായില്ല? ഈ ഒരു നല്ല സ്തോത്രം പറയുന്നേ. സ്തോത്രം. അവസാനം വന്നവൻ ആദ്യം ശമ്പളം. അത് ഈ കൊടുക്കുന്ന സിസ്റ്റം കൂടെ മറ്റവർ നോക്കി നിൽക്കേ. എക്സ്പീരിയൻസ് പറഞ്ഞു, കൂലി പറഞ്ഞു, ഒത്തവൻ നോക്കി നിൽക്ക. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവ്, കവറിനകത്തിട്ട് കൊടുത്താൽ പോരായിരുന്നു? ഒന്ന് പറയുന്നേ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവ്, ഒരു കവറിനകത്തിട്ട് കൊടുത്താൽ പോരായിരുന്നു? സ്തോത്രം. ഇല്ല, മാറ്റി നിർത്തിയും കൊടുത്താൽ പോരായിരുന്നു? എക്സ്പീരിയൻസ് ഉള്ളവർ പോയി കഴിഞ്ഞ് കൊടുത്താൽ പോരായിരുന്നല്ലോ? കർത്താവ് പറഞ്ഞ അതല്ലടാ ഇവിടുത്തെ വിഷയം. മുമ്പന്മാരെ പിമ്പിലാക്കി, പിമ്പന്മാരെ മുമ്പിലാക്കി ആദരിക്കുന്ന ദൈവകരം ചലിക്കപ്പെട്ടിരിക്കും. ഞാൻ ഈ ദൂത് ഇവിടെ പ്രഖ്യാപിക്കുകയാ. അവർ കാണുക, എക്സ്പീരിയൻസ് ഉള്ളവർ കാണുക,
പരിചയമില്ലാത്തവർക്ക് ശമ്പളം കൊടുക്കാൻ കരുത്തുള്ളവന്റെ കരോ ഈ രാത്രി ഇതിനകത്ത് ചലിക്കപ്പെടുമ്പോ രാജാമോനോ ശൈതാരകൽമന. സ്തോത്രം. വളരെ ശ്രദ്ധിച്ചേ. അവർ നോക്കി, അഥവാ പരിചയമുള്ളവർ, എക്സ്പീരിയൻസ് ഉള്ളവർ നോക്കി നിൽക്കേ. എക്സ്പീരിയൻസ് ഇല്ലാത്തവന്റെ കയ്യിലോട്ട് ഒരു കാശ് എടുത്തങ്ങോട്ട് കൊടുത്തു. സ്തോത്രം. ഇപ്പൊ ഈ കൊടുക്കുമ്പോൾ അവർക്ക് പ്രയാസമില്ല. കാരണം അവർ ഉദ്ദേശിക്കുന്നത് എടാ താമസിച്ച് വന്നവൻ ഒരു കാശ് കിട്ടിയെങ്കിൽ. നേരത്തെ വന്നവർക്ക് കൂടുമെന്ന് കരുതി നിൽക്കുക. പക്ഷെ അവസാനം അവർ വന്നപ്പോൾ അവർക്കും കൊടുത്തൊരു കാശ്. ഒരു ആമേൻ പറ. സ്തോത്രം ചെയ്തോണേ. ഹല്ലേലൂയ. അവരപ്പോഴൊരു ക്വസ്റ്റ്യൻ, ഈ മണിക്കൂറുകൾ പണിത ഞങ്ങൾക്കും മണിക്കൂറുകൾ കുറഞ്ഞവർക്കും ഒരേ താരിപ്പാണോ? സ്തോത്രം ചെയ്യണം. മിണ്ടുന്നില്ല. മാമ കൂടുതൽ പണിതവർക്കും കുറച്ചു പണിതവർക്കും താരിപ്പൊന്നാണോ? രാമൻ പറ. തമ്പുരാന്റെ മറുപടി, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടി, എന്നാൽ ഇവർ പറയാതെ വന്നവരോ, ഇവർ പറയാതെ വന്നവരോ, കൂലി ചോദിക്കാതെ വന്നവരോ, പരിചയമില്ലാതെ കയറിയവരോ ഈ രാത്രി ദൈവം ചില കുടുംബങ്ങളെ ആദരിപ്പോ. ഉടമനോ ജഗനോ അർത്വാരകനോ ജഗനോ ധൂമാരകൽമനോ ശതുരമനാദിയോ കരങ്ങളടിച്ച് രാത്രി ആരാധിക്ക. സ്തോത്രം. കർത്താവിന്റെ മറുപടി പറഞ്ഞ് ഞാൻ ദൂതിലോട്ട് വരാം. നിങ്ങളോടൊപ്പം അവരെ ആദരിപ്പാൻ എനിക്ക് മനസ്സെങ്കിൽ നിങ്ങൾക്കെന്തേ? ഒരു ആമേൻ പറഞ്ഞേര്. ഇതോട് മിണ്ടുന്നില്ല. ഇന്ന് രാത്രി പാളയം ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ ശബ്ദം മുടങ്ങുകയാ. എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൂടെ നീയും മാനിക്കപ്പെടാൻ പോകുകയോ, പരിചയമുള്ളവരുടെ കൂടെ നീയും ഉയർത്തപ്പെടാൻ പോകുകയോ. കുഞ്ഞെ, നിന്റെ തല ഇതിനകത്ത് ഉയരാൻ പോകുകയോ. ഇനി നീ നിന്ദിക്കപ്പെട്ട് കിടപ്പോ, ഇനി നീ അപമാനിക്കപ്പെട്ട് കിടപ്പോ. യുഡോരകൽമന നിന്നെയും ആദരിക്കുവോ ദൈവകര ചലിക്കപ്പെടുകയോ. ഈ രാത്രി മൗനതകൾ വെടിഞ്ഞ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അപമാനമേറ്റും നിന്ന സഹിച്ചു കിടന്ന സെക്കരിയാവിന് ദൈവം ഒരു ചാൻസ് ഒരുക്കി. അവൻ കൂറിൻ പ്രകാരം ആലയത്തിൽ കയറി. ആലയത്തിൽ കയറുമ്പോൾ അഗരോൻ മുതലുള്ള പുരോഹിതന്മാർ ആരും കാണാത്ത ഒരു പ്രത്യേക ദൂതദർശനം ആലയത്തിനകത്ത് കണ്ടു. അഗരോൻ ആലയത്തിൽ കയറിയിട്ടുണ്ട്, എലയാസർ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവരാരും കാണാത്ത ഒരു ദൂതദർശനം ആലയത്തിനകത്ത് അവൻ കണ്ടു. അവൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൂതുവാഹിയായ ഗബ്രിയേൽ ആമേൻ ആലയത്തിന്റെ അകത്തിറങ്ങി. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സ്തോത്രം. 7-ാം ദിവസം തന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ സ്തോത്രത്തിന്റെ പ്രാർത്ഥനകളാകണം. ഓ ശൈതാരകൽമന, നീ വെച്ച വിഷയങ്ങൾക്ക് 7-ാം ദിവസം തന്നെ മറുപടിയായെങ്കിൽ ഉടയോരകനോ ശൈതാരകൽമന ഇന്ന് രാത്രി മുതൽ സ്തോത്രം പറഞ്ഞു തുടങ്ങ. വൈഡോമാനോ ശൈതാരകൽമന ഒന്ന് കരമുയർത്തിയൊരാമേൻ. എനിക്ക് നിങ്ങളോടൊപ്പം അങ്ങ് ശുശ്രൂഷിക്കാനും ഇവിടെ ഇരുന്ന് ഉപവസിക്കാനും ഒക്കെ മനസ്സുണ്ട്. എന്നോട് ഇന്നൊരാൾ വന്ന് ചോദിച്ചു, എൻ്റെ പൊന്നു പക്ഷെ നാളെയും ശുശ്രൂഷയുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. സ്തോത്രം. തിരക്ക് പിടിച്ച് ഓടുക, ഒരു നല്ല ഗ്ലോറി പറ. ഈ ഉപവാസം ഇരിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. സ്തോത്രം. അതൊരു വലിയ പരമഭാഗ്യം തന്നെ. ഒരു ആമേൻ പറഞ്ഞേരെ. കാരണം ഞങ്ങൾക്കൊക്കെ ഒരു ഉപവാസം ആമേൻ ഒന്ന് ഇരുന്ന് വരണമെങ്കിൽ എത്ര പേരുടെ കാല് പിടിക്കണമെന്നറിയാമോ? കാരണം തന്ന മീറ്റിങ്ങുകാരെ വിളിച്ചു പറയണം, എന്നെ ഒന്ന് ഒഴിവാക്കി ഒരു നല്ല ഗ്ലോറി പറ. കൊടുത്ത മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ പിന്നെ അവരോട്ട് വിളിക്കത്തുമില്ല. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര പരിപാടി ഒന്ന് ഉപവസിക്കുക എന്നുള്ളത്. പക്ഷെ ഉപവസിക്കാൻ കൃപ ലഭിച്ച ഉപവാസം നടക്കുന്ന ഈ സഭയെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. പ്രിയരെ, ഈ 7-ാം രാത്രിയിൽ ദൈവാത്മാ പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി
ഓ ശൈതാരകൽമന, നിന്റെ നിന്ന മാറുന്ന വിഷയത്തിന്മേൽ മറുപടിയോ ഉടവനാരകൽമന ഇന്ന് രാത്രി ആക്സെപ്റ്റ് ചെയ്തൊന്ന് ആരാധിക്കോ. ഉടത്രി ആരാധിപ്പോ. സ്തോത്രം. പക്ഷെ ഒരു കാര്യം, ദൂതൻ ഇറങ്ങി പ്രാർത്ഥനയുടെ മറുപടി പറഞ്ഞിട്ടും വിശ്വസിക്കാനുള്ള മനസ്സ് സെക്കര്യാവിനില്ല. ദൂതൻ പറഞ്ഞു നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ ഭാര്യയ്ക്ക് വിടുതലായി. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സെക്കര്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഭാര്യയുടെ അവസ്ഥ എനിക്കറിയാം. സ്തോത്രം. അത് നടക്കുവോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ വിടുതലിൻ്റെ ദൂത് കേട്ടിട്ടും സംശയത്തിൻ്റെ ഹൃദയം സെക്കര്യാവിൻ്റെ ഉള്ളിൽ. ഈ ഒരു നല്ല ഗ്ലോറി പറയുന്നേ. പ്രൈസ് ദ ലോർഡ്. സെക്കര്യാവ് ദൂതനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. അതെങ്ങനെ നടക്കാനാ? ആമേൻ. എൻ്റെ ഭാര്യ എനിക്കറിയാം, എൻ്റെ സാഹചര്യം എനിക്കറിയാം. ഇന്ന് രാത്രി കേൾക്ക്, നീ കേട്ട ദൂതുകൾ സാഹചര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും പറഞ്ഞവൻ ദൈവമാണെങ്കിൽ, സ്തോത്രം, സാഹചര്യങ്ങളെ നോക്കി ദൂത് പറയുന്നവനല്ല ദൈവം. അസാധ്യങ്ങളെ നോക്കി സാധ്യത പറയുന്നവനാ ദൈവം. ഓ ശൈതാരകനോ അർത്ഥോരകനോ ജഗനോ ശൈതാരകൽമനോ, ഈ രാത്രി കരമടിച്ച് ആരാധിക്കുക ദൈവമേ. പ്രൗഢമാന ശൈതാരക വേദകരകൽമനാദിയ. സ്തോത്രം. ധാരാളം അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും കമ്പിവാചകം പോലെ പോകാം. സാഹചര്യങ്ങൾ വെച്ച് ദൂതളക്കല്ല്. നിന്റെ സാഹചര്യങ്ങളോ, നീ ജനിച്ച വീടിൻ്റെ സാഹചര്യമോ, നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളോ വെച്ച് നീ ദൂതളക്കരുത്. പറഞ്ഞവൻ ദൈവമാണോ? തിരുവചനം പറയുന്നു, അവൻ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാ. എൻ്റെ അഭിഷിക്തന്മാരെ, ഞാൻ നിങ്ങളോട് ബഹുമാന പുരസ്സരം പറയാം, പറഞ്ഞവൻ ദൈവമാണെങ്കിൽ അവൻ അത് ചെയ്യാതെ മാറുകയില്ല. ഉയർത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാനിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാലം എത്ര കഴിഞ്ഞാലോ, ചരിത്രം എത്ര മാറിയാലോ, അവനത് ചെയ്യാതെ മാറുകയില്ല. വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനാ. അവൻ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നവനാ. ഈ രാത്രി ആദരങ്ങൾ തുറന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ രാത്രി ധൈര്യത്തോടെ നിൽക്കുന്നത് എന്നോടുള്ള വാഗ്ദത്തങ്ങൾ എനിക്ക് നിക്ഷേപമായി ഉള്ളത് കൊണ്ടാണ്. ഒരാമേൻ പറയാമോ? എനിക്കൊരു ടെൻഷനും തോന്നുന്നില്ല ഈ രാത്രിയിലും. പ്രൈസ് ദ ലോർഡ്. കാരണം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ഒരുവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, അവൻ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? എന്നോട് കർത്താവ് ഈ രാത്രി പറയുന്നു, ചിലർ ശരീരത്തിൻ്റെ സാഹചര്യം നോക്കി, കുടുംബത്തിൻ്റെ സാഹചര്യം നോക്കി, ആമേ വിദ്യാഭ്യാസ സാഹചര്യം നോക്കി സ്വയം സ്വയം പരിതപിച്ചിരിക്കുമ്പോൾ ഈ രാത്രിയിൽ സാഹചര്യങ്ങളുടെ അപ്പുറത്ത് സാധ്യതകളെ വെളിപ്പെടുത്തുന്ന സ്തോത്ര ഉടയോ രഗനോ ജഗനോ അർത്ഥ നിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾക്കപ്പുറത്ത് അവൻ സാധ്യതകളെ വെളിപ്പെടുത്തി നിന്നെ ആദരിപ്പാൻ കഴിയുന്ന ദൈവകരം ഇതിനകത്ത് ചലിക്കപ്പെടുകയോ. വളരെ ശ്രദ്ധിക്കൂ. പക്ഷെ സംശയിച്ചു. സെക്കര്യാവ് സംശയിച്ചു. ദൂതന്റെ മറുപടി, നീ അത് വിശ്വസിക്കുന്നത് വരെ നീ മിണ്ടണ്ട. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇത്രയും വചനം കേട്ടിട്ടും മിണ്ടാതിരിക്കുന്നുണ്ടെ ഓർത്താൽ മതി, അദ്ദേഹം വിശ്വാസിയല്ല, അവിശ്വാസിയാ. ഒരു നല്ല ഗ്ലോറി പറയാമോ? വിശ്വാസിയാണോ ദൂത് കേൾക്കുമ്പോൾ സ്തോത്രം പറയും, വിശ്വാസിയാണോ ദൂത് കേൾക്കുമ്പോൾ കൈയടിക്കും. ആമേൻ. ഇത്രയും നേരം ഈ ദൂത് വന്നിട്ടും ഒന്ന് സ്തോത്രം പറയാനുള്ള ഹൃദയമില്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് വിശ്വാസി എന്നല്ല, അവിശ്വാസി എന്ന ഈ ഒരു നല്ല ഗ്ലോറി പറയണം. സ്തോത്രം. ഇവിടെ സെക്കര്യാവ് മിണ്ടാതിരിക്കുക. ആലയത്തിനകത്തു നിന്ന് ദൂത് കിട്ടിയിട്ടും ഇറങ്ങി മിണ്ടാതെ പോരുക. പക്ഷെ ഒരു വാക്ക് ഞാൻ പറയാം, ദൂത് കിട്ടിയത് ആലയത്തിനകത്താണെങ്കിലും വിടുതൽ നടന്നത് വീടിനകത്താ.
സ്തോത്രം. സെക്കരിയാവിന് ദൂത് കിട്ടിയത് ആലയത്തിനകത്താണെങ്കിലും അവന്റെ വിടുതലുകൾ നടന്നത് വീടിനകത്താ. ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്ന് ഈ ദൂത് പ്രാപിക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് നിന്റെ വീടിനകത്ത് വിടുതലുകളെ പകരുന്നവന്റെ കരോ ഈ രാത്രി ചലിക്കപ്പെടുകയോ. ഉടയോരകനോ ശൈതാരകൽമന ഈ രാത്രി ശക്തിപ്പെട്ടൊരു ആരാധന ദൈവത്തിന് കൊടുക്ക. പ്രൗഢമാന ശൈഥമാന വേദകരകൽമന അർത്ഥാരകന ജഗന ധൂമാരകൽമന. സ്തോത്രം. കേൾക്കേ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത് മാളിക മുറിക്കകത്താണെങ്കിലും ആ വീടിനകത്താണെങ്കിലും വിടുതൽ നടന്നത് കാരാഗ്രഹത്തിനകത്താണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു നീ കൈയടിക്കുന്നു, ഇവിടെ ഇരുന്നു നീ വചനം കേൾക്കുന്നു, ഇവിടെ ഇരുന്നു നീ ആരാധിക്കുന്നു. പക്ഷെ നിന്റെ ദൃഷ്ടിക്കപ്പുറത്ത് ആമേൻ ദൈവിക ചലനങ്ങൾ, ദൈവിക വിടുതലുകൾ ഈ രാത്രി ആത്മാവ് എഴുതി ആമേൻ വ്യക്തമായി പറയുന്നു. ദൂരങ്ങളിൽ, വിദൂരങ്ങളിൽ, വിദേശങ്ങളിൽ എവിടെയൊക്കെ നിനക്ക് വിഷയങ്ങളുടെ മേൽ വിടുതൽ വേണോ അവിടെയെല്ലാം ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കുകയും അവിടെ വിടുതലുകളെ പകർന്നു നിന്നെ ആദരിക്കുകയും ചെയ്യുന്ന ദൈവകരം ഈ രാത്രി ചലിക്കപ്പെടുകയാ. സ്തോത്രം. ശ്രദ്ധിക്കേ, ഇവൻ മിണ്ടാതെ വീട്ടിൽ വന്നു. 3-ാം മാസം എൻ്റെ ഭാഷ, പ്രസംഗ ഭാഷ ബൈബിളിലില്ല. റിസൾട്ട് വന്നു. ഏത് റിസൾട്ടാ? പോസിറ്റീവ്. എലിസബത്തിനെ ഇത്രയും നാൾ റിജക്റ്റ് ചെയ്തു. എപ്പം പോയാലും നെഗറ്റീവ്. അവൾക്ക് ഒരു ആമേൻ പറയുന്നേ. പക്ഷെ അവൾക്ക് വേണ്ട ഒരു പോസിറ്റീവ് ചാർട്ട് കിട്ടി. സ്തോത്രം ചെയ്യണം. ഈ ഉപവാസത്തിൻ്റെ 7-ാം രാത്രി ദൈവം പറയുന്നു, കുഞ്ഞെ ഇത്രയും നാൾ നെഗറ്റീവ് അടിച്ച വിഷയങ്ങൾ പോസിറ്റീവ് ആകാൻ പോകുകയാ. നെഗറ്റീവായ വിഷയങ്ങൾ പോസിറ്റീവാകാൻ പോകുകയാ. ഒരു ദൈവകരം നിനക്കായി ചലിക്കപ്പെടും. പ്രൗഢാരകന അർത്ഥാരകന ജഗനാരകന ശൈഥാരക. ഒന്ന് കരമുയർത്തിയൊരു ആമേൻ പറയാമോ? സ്തോത്രം. വർഷങ്ങളായിട്ട് ഇവൾ കേൾക്കുന്ന ഒരു വാക്കായി നെഗറ്റീവ്. എപ്പോൾ പോയാലും ഏതേ ഉള്ളൂ. അവളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. പ്രൈസ് ദ ലോർഡ്. എവിടെ ചെന്നാലും അവൾക്കൊരു നെഗറ്റീവ് ആൻസറേ ഉള്ളൂ. രാമൻ പറഞ്ഞേക്കണം. പക്ഷെ ദൈവകരം ചലിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് നെഗറ്റീവായ മേഖലകൾ പോസിറ്റീവായി ചാർജ് ചെയ്യപ്പെടുകയാ. ഈ രാത്രി ആ ദൂതിന്റെ വിടുതല് ഇതിനകത്തു നടക്കുന്നുണ്ട്. ദൈവാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, വർഷങ്ങളായി ഫെയിലായ ചില കുടുംബങ്ങളുടെ മേൽ ദൈവം പോസിറ്റീവായ വിടുതലുകളെ പകർന്നു തന്റെ ജനത്തെ ആദരിക്കുന്നു. ദൈവകരം ഇതിനകത്ത് ചലിക്കപ്പെടുകയാ. ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഈ രാത്രി? ആമേൻ. രാത്രി യോഗമാ, ദീർഘമാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു വാക്കിൽ പറ, കർത്താവേ ഞാൻ ഇന്നു മുതൽ ഒരു പോസിറ്റീവ് കേൾക്കാൻ പോവുക. എൻ്റെ ആ വിഷയത്തിൽ പോസിറ്റീവ് കേൾക്കാൻ പോവുക. എന്നോട് കർത്താവ് പറയാൻ പറയുന്നു, നിന്റെ ചെവിയിൽ ഇനി നെഗറ്റീവ് ആൻസർ അല്ല വരാൻ പോകുന്നേ, നീ ഒരു പോസിറ്റീവിലേക്ക് മാറാൻ പോകുകയാ. നിന്റെ വിഷയങ്ങളിൽ പോസിറ്റീവ് വരാൻ പോകുക. ഈ രാത്രി ആ വിടുതലുകൾ ഏറ്റെടുത്ത് തലമുറകൾ ദൈവത്തെ ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. പക്ഷേ പോസിറ്റീവ് റിപ്പോർട്ട് കൈ കിട്ടിയെങ്കിലും സെക്കരിയാച്ചന് സ്തോത്രം പറയാൻ പറ്റുന്നില്ല. കാരണം എന്നാ പറ്റിപ്പോയി? വായടഞ്ഞിരിക്കുക. കാര്യങ്ങളെല്ലാം പോസിറ്റീവാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. എൻ്റെ ഭാഷ 6-ാം മാസം സ്കാനിങ് ഒക്കെ കഴിഞ്ഞു, ഒരു നല്ല ഗ്ലോറിയൊക്കെ പറയുന്നേ. പ്രസംഗ ഭാഷയാണ്. നിങ്ങൾ ഈ ബിബ്ലിക്കലായിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് കളഞ്ഞേക്കരുത്. ഈ 6-ാം മാസമായി ഇവളെ ഈ മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഈ 6 മാസം വരെ ഇവളിങ്ങനെ ഒതുങ്ങി പതുങ്ങിയൊക്കെ നിൽക്കുകയായിരുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം എന്ന് പറഞ്ഞു മറിയെ
അങ്ങോട്ട് വിടുക. അവൾ അവിടെ ചെന്നൊരു വന്ദനം, തിരിച്ചു ഒരു വന്ദനം. രണ്ടുപേരുടെ വന്ദനം കേട്ടപ്പോൾ അകത്തൊരു ചലനം. ഒരു നല്ല ഗ്ലോറിയൊക്കെ പറയുന്നേ. ഈ ശരിക്കും അഭിഷേകമുള്ളവൻ കൈ തന്നാൽ തന്നെ ഒരു അഭിഷേകമുള്ളവർ അടുത്ത് വന്നിട്ട് ഒരു ഗ്ലോറി പറഞ്ഞാൽ മതി, ഒരു ദൂത് പ്രകാശിക്കും. എന്നാൽ അഭിഷേകമില്ലാത്തവൻ അടുത്തിരുന്നു പോയ ഉള്ള ദൂത് കൂടെ പോവും. നല്ല ഗ്ലോറി പറയണം. ഞാനതുകൊണ്ട് പരമാവധി നോക്കും ആരാ ഈ അടുത്തിരിക്കുന്നെന്ന്. നല്ല പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ചിലതുണ്ട് കൈ തന്നു പോയെങ്കിൽ അന്നത്തെ മീറ്റിംഗ് കുളമായി. നല്ല ഗ്ലോറി പറഞ്ഞേരെ, നന്നായിട്ടൊക്കെ ആമേൻ പറഞ്ഞോണേ. ചിലതിനെ ലീഡിങ്ങിന് കയറ്റിയാലും കുളമാവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ അഭിഷേകമുള്ളവൻ വന്നിട്ട് എന്തോ ഉണ്ട് ബ്രദറെ ഗ്ലോറി എന്ന് പറഞ്ഞാൽ മതി, ഒരല്പസമയം ആരാധിക്കാനുള്ള കൃപ അതിനകത്ത് ജ്വലിക്കപ്പെടും. സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് ഇരിക്കുമ്പോൾ ആരാധിക്കുന്നതിന്റെ അടുത്തിരുന്നോണം. ഇത് ഉപവാസ പ്രാർത്ഥനയാ. അവൻ ആരാധിക്കുന്നവന്റെ അടുത്തോട്ട് കയറിയിരുന്നോണോ. ആത്മീയ അഭിഷേകമുള്ളവന്റെ കൂടെ അങ്ങോട്ട് ഇരുന്നോണോ. നീ എന്നിട്ട് ചലിക്കാൻ തുടങ്ങണോ. ഒരു നല്ല ഗ്ലോറി പറഞ്ഞാട്ടെ പ്രിയരെ. ഒരഭിഷിക്തന്റെ കൈവെപ്പ് കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടും. പൗലോസ് തിമോത്തിയോസിന് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കൈവെപ്പിനാൽ നിന്നിൽ പകരപ്പെട്ട കൃപാവരങ്ങളെ നീ ഉപേക്ഷയായി കാണരുത്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഒരഭിഷിക്തന്റെ കൈ ഒരുവന്റെ മേൽ വീണാൽ, ഒരഭിഷിക്തന്റെ കൈ ഒരുവന്റെ മേൽ വീണാൽ ഒരു ഇമ്പാർട്ടേഷൻ നടന്നിരിക്കും. ശുശ്രൂഷകൾ പകരപ്പെട്ടിരിക്കും. ഒരു പകർച്ച നടന്നിരിക്കും. ഈ രാത്രി അതിവിടുന്ന് നടന്നിരുന്നെങ്കിൽ ഈ രാത്രി പ്രാപിക്കാൻ നിയോഗമുള്ളവർ സ്തോത്രം ചെയ്ത് ആരാധിച്ചു തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അർത്ഥാത് ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലതിനെ തൊടട്ടെ. കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടതിന്, അഭിഷേകം ജ്വലിക്കപ്പെടേണ്ടതിന്, ശുശ്രൂഷകൾ ജ്വലിക്കപ്പെടേണ്ടതിന്. പ്രൗഢമാന ശൈതാമാന ധൂമാമാന വേദാമാന അർത്ഥാരകന വൈണവരാധക സംഭവവേദക രീവരാജ സത്തുര വൈഡ അർത്ഥാരകന വൈഡ പ്രൗഢം ധൂമകമാനം രീവാരകൽ മനാദിയ ഉദമന രഗന രഗജ രഗാദ സത്തുര മനാദിയ. സ്തോത്രം. മിസ്രൈമിൽ നിന്ന് പോരുന്ന മോശയോടൊപ്പം നമ്മുടെ ഭാഷയിൽ 600,000 ആളുകളുണ്ട്. അവരൊരു ഗ്രൂപ്പായിട്ട് പുറപ്പെട്ടു. ചെങ്കടൽ കടന്നു, മരുഭൂമിയിലെത്തി. ഒറ്റുനോക്കാൻ വിടുന്നു 12 പേരെ. അതിൽ 10 പേരും അവിശ്വാസം പറഞ്ഞു മാറി. എന്നാൽ 2 പേർ വിശ്വാസം പറഞ്ഞു മോശയുടെ കൂടെ നിന്നു. പക്ഷെ ശ്രദ്ധിക്കണം, വിശ്വാസം പറഞ്ഞ് 2 പേർ മോശയുടെ കൂടെ നിൽക്കുമ്പോൾ കാലേബിന് ദൈവം ഒരു വാഗ്ദത്തം നൽകി. ഹെബ്രോൻ മല അവനായിരിക്കും. സ്തോത്രം. കൂടെ പോയ 10 പേരും മാറി. യോശുവയും കാലേബും മാത്രമായി. എന്നാൽ അതിനകത്ത് കാലേബിനൊരു നന്മ കിട്ടി, ഹെബ്രോൻ മല. അപ്പോഴും നന്മ കിട്ടാത്തൊരുവനാ യോശുവ.
സ്തോത്രം. പിന്നത്തേതിൽ മോശയോട് ദൈവം പറഞ്ഞു, നീ വേറെ ചിലരെ കൂടെ ശുശ്രൂഷകൾക്ക് ചേർത്ത് നിർത്തണം. ഈ ഭാരിച്ച ഉത്തരവാദിത്വം നിനക്ക് മാത്രം പറ്റില്ല. അതുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ചിലരെ കൂടെ തെരഞ്ഞെടുക്കണം. സ്തോത്രം. എൻ്റെ പൊന്നു ഷിജു പാസ്റ്ററെ, അവരെ മുഴുവൻ തെരഞ്ഞെടുത്തിട്ടും യോശുവ അതിനകത്തുമില്ല. സ്തോത്രം. കാലേബിന് ഹെബ്രോൻ മല കൂടെ പോയ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷയുടെ കൂട്ടായ്മ ബന്ധം കിട്ടി. എന്നാൽ കേൾക്ക്, മോശയുടെ പുറകെ നടന്നവന്, മോശയുടെ കൂടെ നിന്നവന് അവനൊന്നും കിട്ടുന്നില്ല. വേറെ ആളുകളെ ശുശ്രൂഷയ്ക്ക് കയറ്റിയപ്പോഴും യോശുവയുടെ പേരതിനകത്തില്ല. പക്ഷെ ഇന്ന് രാത്രി കേട്ടോ, ഇത്രയും നടന്നിട്ടും മോശയെ കുറ്റം പറയാതെ, ദൈവത്തെ കുറ്റം പറയാതെ യോശുവ വീണ്ടും കൂടെ നിൽക്കുകയാ. മോശ പർവ്വതത്തിൽ കയറിയപ്പോൾ അവൻ അവിടെ 40 ഇരിക്കുന്നു. യോശുവ പർവ്വതത്തിന്റെ ഏതോ കോർണറിൽ അവനും കയറിയിരിക്കുകയാ. മോശ ദൈവവുമായിട്ട് ഇടപെടുന്നു. പക്ഷെ യോശുവയെ ആരും കാണുന്നില്ല. അവൻ ഏതോ ഒരു ഭാഗത്ത്, ദൈവ സാന്നിധ്യം ഇറങ്ങിയ പർവ്വതത്തിന്റെ ഏതോ ഭാഗത്ത് ആരും അറിയാതിരിക്കുകയാ. പരിഭവമില്ലാതെ, പരാതിയില്ലാതെ ഇതാ അവൻ പുറകെ നിൽക്കുകയാ. എന്നാൽ മോശയുടെ നിര്യാണ സമയമായപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, എന്റെ ജനത്തെ കനാലിൽ എത്തിക്കാൻ നിനക്ക് പകരം കാലേബെന്നല്ല, തിരഞ്ഞെടുക്കപ്പെട്ട 70 പേരിൽ ഒരുത്തനെന്നല്ല, പ്രൈസ് ദി ലോർഡ്, നൂന്റെ മകനായ യോശുവയെ സ്തോത്രം ചെയ്ത യുവപൈതലേ, നൂന്റെ മകനായ യോശുവയെ നീ കൈവച്ചു വേർതിരിക്കണോ. ഈ രാത്രി ഒരു വലിയ നിയമനവും നിർണയങ്ങളും ഇതിനകത്ത് ചലിക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പരാതിയില്ലാതെ നീ പലതിനും അർഹനാ യോശുവേ, നീ പലതിനും അർഹനാ. അതിനുള്ള ക്വാളിറ്റി നിനക്കുണ്ട്. പക്ഷേ പലയിടത്തും നീ പരിഗണിക്കപ്പെടാത്തതോർത്ത് വ്യാകുലപ്പെടരുത്. നിന്റെ മേലൊരു കരം വെപ്പ് നടക്കാൻ 70 പേരിൽ ഒരുവനാകാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. 70 പേരിൽ ഒരുവനാകാനല്ല ദൈവം നിന്നെ കണ്ടത്. മോശ പോയതുപോലെ പോകാൻ, ജനത്തിന്റെ മുമ്പിൽ നടക്കാൻ ഈ രാത്രി ആദരങ്ങൾ തുറമരാമേൻ പറ. അമ്മേ, ആ ജനത്തിന് മുഴുവൻ മുന്നിൽ നടക്കാൻ മോശ നടന്നതുപോലെ ഇന്ന് രാത്രി ഈ ദൂത് ഇവിടെ പറയുമ്പോൾ ദൈവിക നിശ്ചയങ്ങളും നിർണയങ്ങളും ഇതിനകത്ത് ചലിക്കപ്പെടുകയോ. ദൈവത്തിന്റെ നിശ്ചയങ്ങളും നിർണയങ്ങളോ ഇതിനകത്ത് ചലിക്കപ്പെടുകയോ. നീ മൗനമാകണ്ടോ, നീ മൗനമാകണ്ടോ. ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചോ. എന്നോട് കർത്താവ് പറയുന്നു, ദൂത് മാറിയതല്ല പ്രിയരെ, ദൂത് വെളിപ്പെടുകയാ. രാത്രി ദൈവം ചിലതിനെ കൈവെക്കുന്ന രാത്രിയായത്.
എന്നോട് കർത്താവ് പറയാൻ പറയുന്നു, 70 പേരിൽ ഒരുവനായിട്ടല്ല. ആമേൻ, ആമേൻ. മോശയ്ക്ക് പകരമായ ഒരുവൻ എന്ന പോലെ ആയിരങ്ങൾക്ക് മുമ്പിൽ നടക്കേണ്ടതിന് ഇന്ന് രാത്രി ഒരു ഇമ്പാർട്ടേഷൻ ഇതിനകത്ത് നടക്കും. ദൈവം ഈ രാത്രി തലമുറകളുടെ മേലൊരു പകർച്ചയയക്കോ. ഈ രാത്രി അഭിഷിക്തന്മാരുടെ മേലൊരു പകർച്ചതയുമയക്കോ. ഈ രാത്രി അഭിഷേകത്തിന് ഒരു പകർച്ചതയുമയക്കോ. റിസീവിംഗ് പവർ ഓഫ് ഗോഡ്. ഈ രാത്രി അത് സ്വീകരിക്കുക. ദൈവശക്തിയെ സ്വീകരിക്കുക. ദൈവശക്തിയെ സ്വീകരിക്കുക. ഓ, ഇത് സാധാരണക്കാരനുള്ള ദൂതല്ല. ഈ രാത്രി പിടിച്ചെടുത്തോളം ഈ ദൂത. ഇത് സാധാരണക്കാരനുള്ളതല്ല. ദൈവത്തിന്റെ നിശ്ചയങ്ങൾ വെളിപ്പെടുകയോ, ദൈവത്തിന്റെ നിർണയങ്ങൾ വെളിപ്പെടുകയോ. റിസീവിംഗ് പവർ ഓഫ് ഗോഡ്. സ്തോത്രം. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ സമയമായി, പക്ഷെ നിനക്കൊരു പകരം. ആമേൻ. നിനക്കൊരു പകരം നൂന്റെ മകനായ യോശുവ. ഓ, സ്തോത്രം. ഇതുവരെയും ആരുടെ കണ്ണിൽ പെടാതെ കിടന്നവൻ, ഇതുവരെയും ആരാലും പരിഗണിക്കപ്പെടാതെ കിടന്നവൻ. എന്തോ ഈ രാത്രി ആ ദൂത് ഇവിടെ പറയുന്നു ദൈവാത്മാവ്. ഇതുവരെയും ആരുടെ കണ്ണിൽ പെടാതെ കിടന്ന ചിലതിനെ ദൈവം ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തോടെ, ഈ കാലഘട്ടത്തിന്റെ നിയോഗത്തോടെ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കാം. ഈ രാത്രി മനസ്സ് കാണിച്ചോ, സ്വീകരിച്ചാരാധിക്കോ. ഓ, റിസീവിംഗ് പവർ ഓഫ് ഗോഡ്. ദൈവശക്തിയെ സ്വീകരിക്കുക. ഇന്നു രാത്രി നിന്റെ മേലൊരു പകർച്ച തരോ. ഒരു കൈവപ്പിലൂടെ ഒരു പകർച്ച തരോ. ഒരു വാക്കിലൂടെ ഒരു പകർച്ച തരോ. ഒരു വചനത്തിലൂടെ ഒരു പകർച്ച തരോ. ഈ രാത്രി ദൈവകരം ചലിച്ചോ. സ്വീകരിക്കാൻ മനസ്സുള്ളവോ, സ്വീകരിക്കാൻ മനസ്സുള്ളവോ ഈ രാത്രി സ്വീകരിച്ച് ആരാധിക്കുക. ഇത് സാധാരണക്കാർക്കുള്ളതല്ലെന്ന് എനിക്കറിയാം. ഇതിന്റെ ആളുകൾ ഇതിനകത്തുണ്ട്, ഇതിന്റെ ഉടമസ്ഥർ ഇതിനകത്തുണ്ട്. ഈ ദൂത് നിനക്കുള്ളതാ കുഞ്ഞെ. ഈ രാത്രി നിന്റെ നിലവാരങ്ങൾ മാറാൻ പോകുകയാ. ഞാമേ ശ്രദ്ധിച്ചേ, മോശ 2 തവണ 40 ഇരുന്നിട്ടാ ഈ ഒരളവിലേക്ക് കയറിയേ. 2 തവണ 40 ദിനങ്ങൾ ഉപവസിച്ചിട്ട മോശ ഈ ജനത്തെ നയിച്ചതെങ്കിൽ, ആമേ, 40 ഇരുന്നവന്റെ കൈ ഒരുത്തന്റെ മേൽ വീണപ്പോൾ സ്തോത്രം, വില കൊടുത്ത മോശ ഇതിലേക്ക് വന്നത്, പലതവണ ഉപവസിച്ച അവൻ ഇതിലേക്ക് കയറിയത്, 2 തവണ 40 ഇരുന്നിട്ട് അവൻ ഈ അളവിൽ വന്നത്. എന്നാൽ 40 ഇരുന്ന് പ്രാപിച്ചവന്റെ കൈ യോശുവയുടെ മേൽ വീണപ്പോ അവൻ ഉപവസിക്കാതെ ആ പകർച്ച അവന്റെ മേൽ സംഭവിക്കുകയോ. ഓ ഈ രാത്രി അതിവിടെ നടന്നു. ഓ ശതുരാജകന, ഈ രാത്രി അതരങ്ങൾ തുറന്നു തുടങ്ങുക. പ്രൗഢമാന ശൈതാരകൽമന. ഹല്ലേലൂയ. വാത്സല്യ പ്രിയരെ, 2 തവണ 40 ഇരുന്ന് പ്രാപിച്ചവന്റെ കൈ, ഒരു തവണ പോലും സീനായിൽ കയറാത്തവൻ, ആമേൻ പറയണം, ഹോരേബിൽ കയറാത്തവൻ, സാധാരണക്കാരൻ, അവന്റെ തലയിലോട്ട് വീണപ്പോൾ
മോശയോട് കൂടെ ഇരുന്നത് പോലെ, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടും കൂടെ ഇരിക്കും. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോടും കൂടെ ഇരിക്കും. ുള്ളതിനോട് നീ ചേർന്നിരുന്നാൽ നിന്റെ മേലൊരു പകർച്ച ഉറപ്പാ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? അകത്ത് ക്രിസ്തുവുള്ള മറിയ വന്നൊരു വാക്ക് പറഞ്ഞപ്പോ അകത്ത് കിടന്ന യോഹന്നാൻ 6 മാസമുള്ളവൻ ഗ്ലോറി പറഞ്ഞോ, ഉള്ളിൽ കടന്ന് ചലിച്ചു. സ്തോത്രം ചെയ്യണം. അവിടെ ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ പോകുകയാ. ഞാൻ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. നിന്റെ അകത്ത് കിടക്കുന്ന യോഹന്നാൻ ഇന്ന് രാത്രി ചലിച്ചേ പറ്റൂ. ഓ ശൈതാന, നിന്റെ അകത്ത് കിടക്കുന്ന ശുശ്രൂഷകൻ ഈ രാത്രി ചലിച്ചേ പറ്റൂ. അതിന്റെ വന്ദനം ഇവിടെ കേൾക്കുകയോ, അതിന്റെ വന്ദന സ്വരം ഇവിടെ കേൾക്കുകയോ. അതിന്റെ വന്ദന സ്വരം ഇന്ന് രാത്രി എത്ര പേർക്ക് കർത്താവേ എൻ്റെ മേലെ പകർച്ച വേണം? നമ്മൾ ഒരുമിച്ചാ നിൽക്കുന്നത്. അഭിഷിക്തരെ ഞാൻ നിങ്ങളെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യാൻ പോകുകയാ. അഭിഷേകമുള്ളവന്റെ വന്ദനം, അഭിഷേകമുള്ള ക്രിസ്തുവിനെ അകത്തു വഹിച്ച മറിയയുടെ വന്ദനം എലിസബത്തിന്റെ കാതിൽ കേട്ടപ്പോൾ അവിടെ ഉദരത്തിൽ കിടന്ന ദൈവിക പദ്ധതിയുടെ യോഹന്നാൻ ചലിച്ചെങ്കിൽ ഈ ഉപവാസത്തിന്റെ രാത്രിയിൽ ശുശ്രൂഷകൾ ചലിച്ചു തുടങ്ങട്ടെ. നിന്നിലുള്ള അഭിഷേകം ചലിച്ചു തുടങ്ങട്ടെ. നിന്നിലുള്ള കൃപാവരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ. നിന്നിലുള്ള വെളിപ്പാടുകൾ ചലിച്ചു തുടങ്ങട്ടെ. നിന്നിലുള്ള പ്രവചനങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ. സ്തോത്രം. ഈ രാത്രിയിൽ എനിക്ക് ആ പകർച്ച വേണം. ഞാനൊരു സാധാരണക്കാരനായി മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, ആ പകർച്ച എനിക്ക് വേണം. നിങ്ങളോടൊപ്പം ഞാനും ആഗ്രഹിക്കുക. ഇന്ന് രാത്രി ദൈവം ചിലതിനെ തൊടാൻ പോകുകയാ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? അഭിഷേകം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുമ്പോൾ നമ്മുടെ പുറം മാത്രമല്ല ചലിക്കുന്നത്, നമ്മുടെ അകത്തുള്ള പ്രവാചകൻ പുറത്തു വരാൻ പോകുകയാ. മോനെ, നിന്നെ ഒരു പ്രവാചകനാക്കി ദൈവം പുറത്തെടുക്കും. ഈ രാത്രി ദൈവാത്മാവ് നിന്നോട് പ്രവചിക്കുന്നു, നിന്നെ ഒരു പ്രവാചകനാക്കി ഞാൻ പുറത്തെടുക്കും.
ഈ കാലഘട്ടത്തിന്റെ ദൂതവാഹിയാക്കി ഞാൻ നിന്നെ രൂപപ്പെടുത്തും. ഈ രാത്രിയിൽ എനിക്കത് വേണം, ഞാനതിന് റെഡിയാ. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? നിങ്ങളുടെ സമയത്തിന്റെ പരിമിതി പരിഗണിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഈ രാത്രി എനിക്കത് വേണം. ആമേൻ. അത് ആഗ്രഹിക്കുന്നവർ മാത്രം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. ഈ രാത്രി നമ്മൾ ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ പോകുകയാ. ആഗ്രഹിക്കുന്നു, ആ പകർച്ച ഞാൻ ആഗ്രഹിക്കുന്നു ഈ രാത്രി. എനിക്കത് വേണം. സ്തോത്രം. പ്രിയരേ, ദൈവ സാന്നിധ്യത്തിനൊരു സർക്കിളുണ്ട്. ഇന്ന് രാത്രി ആ സർക്കിളിനകത്തോട്ടൊന്ന് കയറാൻ പറ്റുമോ? എന്നോട് കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി തമ്പുരാൻ ചിലതിനെ തൊടാൻ പോകുകയാ. ഹല്ലേലൂയ. മോനെ, നിന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു കഴിഞ്ഞു, നിന്നെ ഒരു പ്രവാചകനാക്കി ഞാൻ പുറത്തിറക്കും. നിന്റെ നാവിൽ ഞാൻ ദൂതുകൾ തരും. ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദമായി നെടുകയും കുറുകയും ഞാൻ നിന്നെ ഓടിക്കും. നിന്റെ അകത്തുരുവായിരിക്കുന്ന പ്രവാചകനെ ഞാൻ ആത്മമണ്ഡലത്തിൽ പുറത്തെടുക്കും. ഒന്ന് കരമുയർത്തി ഒരു ആമേൻ പറയണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രി എനിക്കത് വേണോപ്പാ? ഒന്ന് കണ്ണടയ്ക്ക് പ്രിയരേ. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഹുഡയാ രഗൽ മനാദിയ. ഹല്ലേലൂയ. കർത്താവേ, ആ പകർച്ച എനിക്ക് വേണം. ഈ രാത്രി കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ. അല്ല, ആ പകർച്ച എനിക്ക് വേണം എന്നാഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, ഈ രാത്രി നിങ്ങൾ ആമേൻ അതിന് തയ്യാറാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് നാം ഒന്ന് ആരാധിക്കാൻ പോകും. ഈ രാത്രി ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥേ, കൃപ നൽകും ജയഘോഷം. അവൻ പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥേ, കൃപ നൽകും.
കൈവപ്പിനാൽ തിമോത്തിയോസിൽ കൃപാവരം ജ്വലിച്ചെങ്കിൽ 2 തവണ 40 ഉപവസിച്ച മോശയുടെ കൈവപ്പിനാൽ സാധാരണക്കാരനായ യോശുവയുടെ മേൽ ആ പകർച്ച വന്നെങ്കിൽ, യേശുവിനെ ഉള്ളിൽ വഹിച്ച മറിയത്തിന്റെ വന്ദനത്തിൽ എലിസബത്തിന്റെ ഉള്ളിൽ കിടന്ന യോഹന്നാൻ ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി എന്റെ മേൽ ദൈവം പകർന്ന നിയോഗത്തിന് കരങ്ങളെ ഉയർത്തിയൊന്നു സ്തോത്രം ചെയ്യാൻ ദൈവാത്മാവ് ഈ രാത്രി പറയുന്നു. ഈ ഉപവാസം പര്യവസാനിക്കുന്നതിന് മുമ്പ് നിന്നിൽ ദൈവം എന്താണോ പകർന്നിരിക്കുന്നത് അത് വെളിയിൽ വരുമെന്ന് നീ അറിയുക. നിന്നെ ശൈതാരകൽമനാദിയ, നിന്നിലുള്ള പ്രവാചകൻ പുറത്തു വരോ, നിന്നിലുള്ള പ്രവാചകി പുറത്തു വരോ, നിന്നിലുള്ള നിയോഗങ്ങൾ പുറത്തു വരോ. ഈ രാത്രി കരമുയർത്തി സ്തോത്രം. വാക്യത്തോട് കൂറും നീതിയും പുലർത്തേണ്ടത് കൊണ്ട് പറഞ്ഞവസാനിപ്പിക്കാം. പിള്ള ഉള്ളിൽ തുള്ളിയിട്ടും അത് മനസ്സിലാക്കിയ സക്കരിയാവിന് വാ തുറക്കാൻ പറ്റിയില്ല. എന്നാൽ അകത്ത് കിടന്നവൻ പുറത്തു വന്നു. 8-ാം നാളിലെ പരിച്ഛേദന ദിവസം, പേരിടുന്ന സമയം. എത്ര പേര് ആമേൻ പറയും? സ്വന്തക്കാരും ബന്ധക്കാരും പേരിടാൻ വന്നു. അവർ പാരമ്പര്യത്തിന്റെ പേരുമായി വന്നു. ഒരാമേൻ പറയണം. എലിസബത്തിനോടൊരു ചോദ്യം, ചെറുക്കൻ എന്തോ പേരിടും? മറുപടി യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ. ഇത് കേട്ടപ്പോൾ പേരിടാൻ വന്ന ആളുകൾ ചോദിച്ചു, ഇത് നിന്റെ വീട്ടിൽ ആർക്കുമില്ലല്ലോ, നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലും ഈ പേരില്ലല്ലോ. കാരണം അവര് കൊണ്ടുവന്ന ഒരു പിടി പേര് പാരമ്പര്യത്തിന്റെ പേരാ. ഒന്ന് സ്തോത്രം ചെയ്യണം. ഇത് കേട്ടപ്പോൾ അവർ സെക്കരിയാവിന്റെ അടുക്ക ചെന്നു. പേര് ചോദിച്ചപ്പോൾ പുള്ളിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. സെക്കരിയാവ് ആംഗ്യം കാട്ടി ഒരു എഴുത്തുപലക മേടിച്ചു. അതിനകത്തോട്ടൊരു എഴുത്തെഴുതി, യോഹന്നാൻ. സ്തോത്രം. എലിസബത്ത് പറഞ്ഞ അതേ പേര്, യോഹന്നാൻ. എന്റെ വാക്കിൽ പറഞ്ഞാൽ അവസാനത്തെ ഇൻ എഴുതി നിർത്തുകയും സെക്കരിയാവിന്റെ വാ തുറന്നൊരാ. ഒന്ന് കരമുയർത്തി ആമേ. അവിശ്വാസത്താൽ അടഞ്ഞുപോയത് വിശ്വാസത്താൽ തുറന്നു വന്നു. ഒന്ന് കരമുയർത്തിയൊരാമേ. അവിശ്വാസത്താൽ അടഞ്ഞുപോയത് വിശ്വാസത്താൽ തുറന്നു വന്നു. വാ തുറന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 10 മാസമായിട്ട് മിണ്ടാൻ പറ്റാതിരുന്ന സകല തൻ്റെ ജനം തകർന്നു കിടന്നാലും അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും. ഇന്ന് രാത്രി ദൈവം എൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു എന്ന്, എൻ്റെ തലമുറകളെ ദൈവം സന്ദർശിച്ചു എന്ന് ബോധ്യമുള്ളവരെ കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി വായുകളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് പകൽക്കാലം കടന്നു വന്നു. ഈ പകൽക്കാലം രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട സുഷിത കർത്താവിന്റെ ദാസൻ ദൈവസഭയുടെ പേരിൽ വ്യക്തമാണ്. നന്ദി അറിയിക്കുന്ന നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല രാത്രികാലവും കർത്തൃപാദപടത്തിലായിരിക്കാൻ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് നമ്മുടെ ജീവിതം നൽകിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്തൃവിത്തിന് കൂടെ കർത്താവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി, വചന വെളിപ്പാടുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ ആത്മാവ് പകർന്ന എല്ലാ ആത്മനിറവുകൾക്കായി, ദൈവാത്മ നിയോഗങ്ങൾക്കായി ഹല്ലേലൂയ നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. തൻ്റെ ജനം തകർന്നു കിടന്നാലും തൻ്റെ ജനത്തിൻ്റെ തകർച്ചയുടെ മധ്യ ഇറങ്ങി വന്ന് സന്ദർശിച്ച് തൻ്റെ ജനത്തെ ഉദ്ധരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പരിശുദ്ധ ആത്മാവിൻ്റെ രാത്രികാലം നമ്മെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ. വചനത്തിൻ്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. കർത്തൃത്വത്തിനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായ ഒരു ശുശ്രൂഷയ്ക്കായി, ഈ കാലഘട്ടത്തിലെ ദൈവശബ്ദമായി, ഈ കാലഘട്ടത്തിലെ പ്രവാചക ശബ്ദമായി സർവശക്തനായ ദൈവം നമ്മെ കരങ്ങളെടുക്കുന്നതിന്, സർവശക്തന്റെ കരത്തിന്റെ വല്ലഭത്വം വെളിപ്പെടണതിന് നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. വചനം ദൈവാത്മാവ് കേൾപ്പിച്ചല്ലോ. ആ വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. വചനം സംസാരിച്ച
സംതൃപ്തിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ തലമുറയിൽ പിന്നെ ശക്തിയുടെ കഥ ഉപയോഗിക്കുവാൻ, മടക്ക യാത്ര കൃപ കൽപ്പിക്കുവാൻ, കുടുംബമായി യാതൊരുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ പൂർണ്ണമായി ഉപസിക്കുന്ന, ഭാഗ്യമായി ഉപസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നാളെ പകൽക്കാലത്തെ സഭായോഗത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വിഷയങ്ങളെല്ലാം ദൈവകാര്യങ്ങളിൽ നാം എല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദിവസമല്ലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ബിജു പാഷ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദാന്ത്യ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്ന എല്ലാ സാവകാശങ്ങൾക്കായി സ്തോത്രം. അവിടുന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിലൂടെ നടകൊണ്ടല്ലോ കർത്താവേ. അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രി അവിടുന്ന് കരങ്ങളെടുത്തതിനായി സ്തോത്രം. കേൾപ്പിച്ച എല്ലാ നല്ല ആലോചനകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനപ്രകാരം മുന്നേറുവാൻ, അങ്ങയുടെ വചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ഏറ്റെടുക്കുവാൻ, വിശ്വാസത്താൽ അവകാശമാക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ കൃപ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിലും ആമേൻ കർത്താവേ, അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായി, അവിടുന്ന് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായി ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. തിരുകരങ്ങളിലേക്ക് ഞങ്ങളെ സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ സ്തോത്രം. അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, അവിടുന്ന് ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ മുന്നേറുവാൻ, ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഒരു പുതിയ ബലത്തോടും പുതിയ നിയോഗത്തോടും പുതിയ അഭിഷേകത്തോടും കൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അവിടുന്ന് പിന്നെ ഞങ്ങളെ സഹായിക്കണമേ. സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ഇന്ന് രാത്രി ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചതിനായി, ഞങ്ങളുടെ പാമേൻ പ്രതികൂലങ്ങളെ മാറ്റിയതിനായി, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രിയുടെ വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവേ, സാധ്യതകൾ നോക്കി അല്ലല്ലോ അവിടുന്ന് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളുടെ പോരായ്മകളെ വകുക്കാതെ അവിടുന്ന് ഞങ്ങളെ വിളിച്ചെങ്കിൽ ഈ ദിവസങ്ങൾ അങ്ങേക്കൊത്തവണ്ണം മുന്നേറുവാൻ, അങ്ങേക്കൊത്തവണ്ണം നിലകൊള്ളുവാൻ പിന്നെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് രാത്രിയും അങ്ങയുടെ ദാസനെ കരങ്ങളെടുത്തല്ലോ. ഈ പകൽ അവിടുന്ന് കരങ്ങളെടുത്തതിനായി സ്തോത്രം. തന്നെ മടക്കിയാത്തിൽ കൊണ്ടിരിക്കണമേ. ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി പിന്നെയും അധികം ശക്തിയോട് ഉപയോഗിക്കണമേ. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. പൂർണ്ണമായും ഭാഗികമായി ഉപസിക്കുന്ന എല്ലാ അങ്ങയുടെ ജനത്തിനായി സ്തോത്രം. അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. ഇന്ന് പകൽ എല്ലാവരെയും കരമച്ച് അനുഗ്രഹിക്കണം. നാളെ നടക്കുന്ന വിശുദ്ധ ആരാധനകൾക്കായി സ്തോത്രം. ഇവിടെ നടക്കുന്ന വിശുദ്ധ ആരാധന ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ മറച്ചാട്ട് സഭയായി ഞങ്ങൾക്കൊരു വലിയ ഉദ്ധാരണം കൽപ്പിക്കണമേ. പ്രസ്ഥാനമായി നീ ഞങ്ങളെ ഒന്ന് ഉണർത്തണമേ കർത്താവേ. അവിടുത്തെ ഹിതത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പിന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ ആശീർവാദത്തോടെ പറഞ്ഞയക്കും, തിരുനാമത്തെ കൂടെ മഹത്വപ്പെടുത്തും, വരവിനായി ഒരുക്കും. യേശു ക്രിസ്തുവിൻ ധന്യമേറെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നമ്മെ ധന്യമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും പ്രാർത്ഥനയോടെ എല്ലാ വിഷയങ്ങളോടും കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് രാത്രിയും ഐശ്വര്യമായി വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനോടും ഭൂലോകമെങ്ങുള്ള വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു മൂലം ജയം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.